പൂർത്തീകരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ സന്ധ്യാസമയം ഞാൻ വിളിച്ചു പറയട്ടെ, യേശു കർത്താവിൻ്റെ വരവെടുത്തു എന്ന് ഇന്നലെ നമ്മൾ ധ്യാനിച്ചു. ഒന്നാമത്തെ ദിവസം ധ്യാനിച്ചു, യേശു ക്രിസ്തു സകലത്തിൻ്റെയും ഓണറായിരുന്നിട്ടും സമ്പത്തുള്ളവൻ ദരിദ്രനായി ഈ ഭൂമിയിൽ വന്നതിനെ കുറിച്ചും, സ്തോത്രം, കർത്താവ് എന്തിന് ദരിദ്രനായി വന്നു എന്നും, കർത്താവിൻ്റെ ദാരിദ്ര്യം എന്നെ സമ്പത്തുള്ള ആളാക്കും മാറ്റാനാണ് വന്നതെന്നും. എന്ത് സമ്പത്ത്? യേശുവിന് പിതാവിൻ്റെ പുത്രത്വമുള്ള സമ്പത്ത് യേശുവിനുണ്ട്. പിതാവിനുള്ളത് എല്ലാത്തിൻ്റെയും അവകാശം പുത്രനുണ്ട്. സ്തോത്രം. നമുക്ക് എന്താണ് സമ്പത്ത് തന്നത്? യേശുവിൻ്റെ എല്ലാ സ്വഭാവം എന്ന സമ്പത്ത്. ശാന്തതയുടെ സമ്പത്ത്, സ്നേഹത്തിൻ്റെ സമ്പത്ത്, ക്ഷമയുടെ സമ്പത്ത്, താഴ്മയുടെ സമ്പത്ത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സമ്പത്ത്. സ്തോത്രം. യേശുവിൽ പാപമില്ലാതെ ജീവിക്കാനുള്ള സമ്പത്ത്, ഇതെല്ലാം യേശുവിലുണ്ട്. ഇതെല്ലാം നമുക്ക് തരാൻ വേണ്ടിയാണ് തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പത്തുള്ള ആളാക്കുവാൻ. ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള സമ്പത്ത് യേശുവിലുണ്ട്. അത് എനിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി യേശു ക്രിസ്തു ദരിദ്രനായി എന്ന് ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നു. മിനിഞ്ഞാന്ന് ചിന്തിക്കാനിടയായി തീർന്നു. അങ്ങനെ 2 ദിവസവും നമ്മൾ ആഴമായ തിരുവചനങ്ങൾ ചിന്തിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം, സ്തോത്രം, ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യമാണ്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യമാണ്. എന്നാൽ അത് ധ്യാനിക്കുന്നതിന് മുൻപ് അല്പ കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ധ്യാനിച്ച ശേഷം അതിലോട്ട് നമ്മൾ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഇതാണ് നമുക്ക് ഇന്ന് ധ്യാനിക്കേണ്ട കാര്യം. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ഒരു ജീവിതമുണ്ടെന്നും അതിനുശേഷം ഈ ഭൂമി വിട്ട് നമ്മൾ പോകേണ്ടി വരുമെന്നും പോകുന്നത് എവിടെയാണെന്നും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞ് ആ വചനത്തിൽ നമ്മൾ നിറഞ്ഞ് ആ ക്രിസ്തു യേശു എന്താണോ ഈ വേദപുസ്തകത്തിനകത്തൂടെ ഉദ്ദേശിക്കുന്നത് അതിന് പ്രകാരം മുന്നോട്ട് പോകണമെന്ന് ദൈവം എന്ത് ചെയ്യുന്നു? എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് ഒരുപാട് ഡിനോമിനേഷനുള്ള സഭകളുണ്ട്, ചർച്ചുകളുണ്ട്, പല ആരാധനകൾ, പല രീതിയിലുള്ള, പല മോഡലിലുള്ള ആരാധനകൾ, പല മോഡലിലുള്ള വചന ശുശ്രൂഷകൾ, പല മോഡേൺ രീതിയിലുള്ള ആരാധന, പഴയ രീതിയിലുള്ള ആരാധന, പഴയ രീതിയിലുള്ള ശുശ്രൂഷ, പുതിയ രീതിയിലുള്ള ശുശ്രൂഷ, ഇന്നെല്ലാം ഈ ലോകത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. വ്യത്യസ്ത രീതിയിലുള്ള പ്രസംഗങ്ങൾ, വ്യത്യസ്ത ഡിനോമിനേഷനുള്ള സഭ, ഒരു സഭയെയും എന്നാൽ ഞാൻ അതൊന്നും പറയാനല്ല പോകുന്നത്. എങ്കിലും വ്യത്യസ്തമായ ഡിനോമിനേഷനുകളുള്ള ചർച്ചുകൾ ഇന്ന് മുഴു ലോകത്തിലുമുണ്ട്. ഒരു രീതിയിലുള്ള ചർച്ചല്ല, ഒരുപാട് ചർച്ചുകൾ ഇന്നുണ്ട്. ചർച്ചുകൾ, സ്തോത്രം, ചില പള്ളികളിൽ യഹോവ മാത്രം ദൈവമെന്ന് പഠിപ്പിക്കുന്ന പള്ളിയുണ്ട്. യഹോവ മാത്രമാണ് ദൈവം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യഹോവ സാക്ഷികൾ എന്നാണ് ആ പള്ളിയുടെ പേര്. ചില പള്ളിയിൽ പറയുന്നു പരിശുദ്ധാത്മാവില്ല. ഒരേ ബൈബിളിൽ നിന്നാണ് അവർ പറയുന്നത്. എന്നാൽ യഹോവ സാക്ഷിക്കാര് അവർക്ക് പ്രത്യേകിച്ച് തന്നെ ഒരു ബൈബിൾ അവരിപ്പോൾ ക്രമീകരിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത്. അവർ കൊടുക്കുന്ന ബൈബിൾ ആ ബൈബിളാണ്. യഹോവ സാക്ഷിക്കാർക്ക് പ്രത്യേകിച്ചൊരു ബൈബിൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ വഞ്ചിക്കപ്പെടരുത്, തിരിച്ചറിഞ്ഞോളണം. ഈ പഴയ ബൈബിളിൽ നമ്മുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ ആ കോപ്പി നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിച്ചു വെച്ചോളണം. കാരണം സ്തോത്രം, വരുന്ന നാളുകളിൽ പുതിയ ബൈബിൾ വരുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വഞ്ചിക്കപ്പെട്ടു പോകരുത്. സ്തോത്രം. യഹോവ സാക്ഷിക്കാർ അവർ യഹോവ മാത്രം ദൈവം എന്ന് പറയുന്ന ഒരു ഡിനോമിനേഷനാണ് യഹോവ സാക്ഷി. ഇനി മറ്റൊരു സഭയുണ്ട്. ആ സഭക്കാർ പഠിപ്പിക്കുന്നത് സ്തോത്രം, പരിശുദ്ധാത്മാവില്ല, അന്യഭാഷ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സഭയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി മറ്റൊരു സഭയുണ്ട്, സ്നാനം ഇല്ല എന്ന് പഠിപ്പിക്കുന്ന സഭയുണ്ട്. അവർ സ്നാനമേ ഇല്ല അവർക്ക്. സ്തോത്രം. സ്നാനം എന്ന് പറയുന്ന കാര്യമേ ആ പള്ളിയിൽ ഇല്ല. അപ്പൊ സ്നാനം ഇല്ല എന്ന് പറയുന്ന ചില പഠിപ്പിക്കലുകളും പള്ളിയും ചർച്ചുമുണ്ട്. പിന്നെ സ്തോത്രം, യേശു നാമക്കാരെന്ന് ഒരു ആൾക്കാരുണ്ട്. അവര് ദൈവം തന്നെയാണ് യേശുവായിട്ട് വന്നതും പരിശുദ്ധാത്മാവ് വന്ന എല്ലാ ആൾ മാറി മാറി വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ നിലവാരങ്ങളിൽ ഈ ഭൂമിയിൽ വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വ്യത്യസ്തമായ നിലവാരങ്ങളിൽ വ്യത്യസ്തമായ സുവിശേഷങ്ങൾ പല രീതികളിലും പഠിപ്പിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പഠിപ്പിക്കുന്ന സഭകളെല്ലാം ഉണ്ട്. ഇതെല്ലാ സഭകളിലും ബൈബിൾ ഒന്നാണ്. യഹോവ സാക്ഷിയിൽ പോയിട്ട് ബാക്കിയെല്ലാം ബൈബിൾ ഒന്നാണ്. പക്ഷെ ഇതിലുള്ള ഓരോ വാക്യങ്ങൾ, ഒരു വാക്യത്തിൻ്റെ ഇണ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് നോക്കുമ്പോൾ ഒരു വാക്യത്തിൻ്റെ ഇണ അങ്ങറ്റം ഇങ്ങറ്റം ഉണ്ട്.
ഒരിടത്തല്ല അതിൻ്റെ ഇണയുള്ള. എന്നെ ശ്രദ്ധിക്കുന്നതിനെ പോകണം. നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിയണം. ഓ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. നമ്മൾ വിചാരിക്കുന്ന എല്ലാം ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ സത്യം അതായിരിക്കത്തില്ല. എല്ലാ ശരിയും സത്യമല്ല, എല്ലാ അനുഭവങ്ങളും സത്യമല്ല. സ്തോത്രം, സത്യം വേറെ, ശരി വേറെ. അപ്പോൾ നമുക്കത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് വചനത്തിലുള്ള ഏതെങ്കിലും ഒരു വരി അല്ലെങ്കിൽ 2 വരി ബൈബിളിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എടുത്ത് അത് വെച്ച് സ്തോത്രം ഒരു ഉപദേശം ഉണ്ടാക്കി പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചറിയണം, ഒരു വരി വെച്ച് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സുവിശേഷത്തെ കോട്ടി പറയുന്ന ഒരുപാട് ശുശ്രൂഷകൾ ഇന്നുണ്ട്. ഹല്ലേലൂയ. അനേകം പള്ളിയുണ്ട്, പള്ളിയിൽ ഒരുപാട് പേര് പോകുന്നുമുണ്ട്. സ്തോത്രം. സത്യവചനമല്ല അനേക സ്ഥലത്ത്, ഈ ബൈബിളിലുള്ള വചനങ്ങളല്ല അനേക സ്ഥലത്ത്. എന്നാൽ സത്യം അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. ഈ വേദപുസ്തകം എന്താണെന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര, യേശുവിൻ്റെ വരവടുത്തിരിക്കുകയാണ്. ഈ വചനത്തിലുള്ള സത്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷ പ്രാപിക്കും? ഇനി സത്യം അറിയുക മാത്രമല്ല, അറിയുന്ന സ്ഥാനത്ത് കിടക്കാതെ ചാടി എഴുന്നേറ്റ് വചനം കേൾക്കുമ്പോൾ തന്നെ അപ്പാ ഇതാ ഞാൻ മുട്ടുമടക്കുന്നേ എന്ന് പറഞ്ഞ് മുട്ടുമടക്കി വീഴുമ്പോഴാണ് അവിടെ വിടുതൽ നടക്കുന്നത്. കേട്ടിട്ട് വീണ്ടും കിടക്കുന്നിടത്ത് തന്നെ കിടന്നാൽ യാതൊരു പ്രയോജനമില്ല. ഈ സുവിശേഷ പ്രസംഗം നിങ്ങൾ കേട്ടിട്ട് ഇന്ന് കേൾക്കുന്നിടത്ത് തന്നെ വീണ്ടും നാളെയും കിടക്കാം എന്ന് കരുതിയാൽ ഞാൻ പറയാം, സുവിശേഷം സത്യമായിരിക്കും കേൾക്കുന്നത്, പക്ഷേ സ്വത്രം ആ കിടക്കുന്നിടത്തേ കിടക്കൂ, മുന്നോട്ട് വണ്ടി പോകത്തില്ല, പ്രതീക്ഷിക്കുന്നിടത്ത് എത്താനും കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. മറ്റൊന്നുമല്ല ഞാൻ വിളിച്ചു പറയുന്നത്, ഞാൻ വിളിച്ചു പറയുന്ന ഒരു സത്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഓ സ്തോത്രം. ശരികളെല്ലാം സത്യമല്ല, എല്ലാ കാര്യങ്ങളും സത്യമാകണമെന്നില്ല. ഉദാഹരണം, സ്തോത്രം, നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. എന്തൊക്കെ ചിന്തിക്കുന്നറിയാം? ഇപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ മനുഷ്യൻ ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം പരീക്ഷയ്ക്ക്? ആര് പറയും മനുഷ്യൻ ഉണ്ടായത് എങ്ങനെ എന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? ഉറക്കെ പറഞ്ഞു ശരി. സ്വത്രം. അപ്പൊ അങ്ങനെ എഴുതിയില്ലെങ്കിൽ മാർക്കില്ല. എന്തില്ല? അങ്ങനെ എഴുതിയില്ലെങ്കിൽ എന്തില്ല? മാർക്കില്ല. പള്ളി വരുമ്പോ അവിടെ ശരി കിട്ടണം. എങ്ങനെ എഴുതണം? അവർ പഠിപ്പിച്ച പോലെ എഴുതണം. പള്ളി വരുമ്പം പറയാം അങ്ങനെ എഴുതാൻ പറ്റൂല. പിന്നെ നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി മാറി. പഠിപ്പിക്കലിന്റെ ശരിയല്ല തിരുവചനത്തിന്റെ സത്യം. അവർക്കത് ശരിയായിരിക്കാം, പക്ഷെ നമുക്ക് ശരിയെല്ലാം സത്യമല്ല. സത്യം വേറെ, ശരി വേറെ. നിങ്ങൾക്ക് മനസ്സിലായോ? സത്യം വേറെ, ശരി വേറെ. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊള്ളണം. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ 119 അധ്യായം അതിന്റെ 118 വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, ബൈബിൾ വചനം സത്യമാണ്, യേശു സത്യമാണ്. നോക്കിയേ, നമ്മുടെ കയ്യിൽ നിന്ന് വേദപുസ്തകമുണ്ട്. ഇതിന്റെ ഒരു കോപ്പി സ്വർഗത്തിൽ അതുപോലെ ഇരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ബൈബിളിന്റെ ഒറിജിനൽ സ്വർഗത്തിൽ ഇരിക്കുകയാണ്. ഈ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഈ വേദപുസ്തകത്തിനകത്തുള്ള തിരുവചനത്തിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു വ്യത്യാസവുമില്ല. വായിച്ചേ സങ്കീർത്തനം 119 118 വാക്യം ആദ്യം വായിച്ചേ. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെ ഒക്കെയും നീ നിരസിക്കുന്നു. കണ്ടോ? ദൈവത്തിനൊരു ചട്ടം വെച്ചിട്ടുണ്ട്. ഇത് വിട്ടുപോകുന്നവരെ ഒക്കെയും ദൈവം എന്ത് ചെയ്യും? നിരസിക്കും. ഇത് വിട്ടുപോകുന്നവരൊക്കെയും ദൈവം എന്ത് ചെയ്യും? നിരസിക്കും. അടുത്ത വാക്യം, അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. ഹല്ലേലൂയ. അവരുടെ വഞ്ചന ദൈവത്തിന് സ്തോത്രം. അപ്പോ സങ്കീർത്തനങ്ങളിൽ 119 118 വാക്യം വായിക്കുമ്പോൾ നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെ ഒക്കെയും നീ നിരസിക്കുന്നു. അപ്പോ കർത്താവ് പറയുന്നു, നീ എവിടെ എന്തായാലും ശരി, നിനക്ക് സ്വർഗത്തിൽ എത്തണമെങ്കിൽ, യേശുവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ ദൈവത്തിന്റെ വചനം നിരസിക്കാൻ പാടില്ല. ഈ വചനത്തിനകത്ത് എന്താണ് കിടക്കുന്നതെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യമായി ആരാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരാധിക്കാമെന്നേ ഉള്ളൂ. ഇതിൽ ദൈവം പ്രസാദിക്കുകയുമില്ല, ദൈവം അംഗീകരിക്കുകയുമില്ല. എന്റെ ദൈവം ഇത് അംഗീകരിക്കാൻ, എന്റെ ദൈവം മനുഷ്യനല്ല, എന്റെ
ദൈവം ഭോഷ്ക്ക് ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. എന്റെ ദൈവം സത്യവാനാണ്, വിശുദ്ധനാണ്, ഹല്ലേലൂയ, സത്യത്തിൽ മുദ്രയായവനാണ്, ഇരുന്നവന് ഇരിക്കുന്നവനുമാണ്, ആരംഭവും അവസാനമാണ്, അല്പയും ഒമേഗയുമാണ്. അതുകൊണ്ട് തിരുവചനത്തിന് ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരികയില്ല. നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ വചനം തിരഞ്ഞ. ദൈവത്തിനുള്ള ആഗ്രഹം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് സദൃശവാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു 14-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. വായിച്ചേ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. കണ്ടോ, നമ്മൾ എടുക്കും തീരുമാനിച്ച് ആ ആരാധന കൊള്ളാം, ഈ ആരാധന കൊള്ളാം, ആ പള്ളി കൊള്ളാം. തിരുവചനം സത്യമായിരിക്കൂല, ഈ ബൈബിളിലെ യഥാർത്ഥ സത്യമായിരിക്കൂല, അവിടെ നടക്കുന്നതൊന്നും യഥാർത്ഥ സത്യവചനായിരിക്കൂല, അവിടെ വചനത്തിന്റെ കാതലായ പൊരുൾ വെളിപ്പെടുത്തൂല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങൾ, നിങ്ങൾ എന്നോട് ചോദിക്കും, സിസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ സത്യവചനം വെളിപ്പെടുത്തുന്ന സഭയ്ക്കകത്തുള്ള എല്ലാ ആൾക്കാരും സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. ക്രിസ്തുവിൽ ജീവിക്കുന്നവനെ സ്വർഗത്തിൽ പോകും. ജീസസ്, ആമേ. സത്യവചനം പ്രസംഗിക്കുന്ന പള്ളിയിൽ ഒരാൾ ഇരുന്നു എന്ന് കരുതി അവര് സ്വർഗത്തിൽ പോകുന്നില്ല. ആ വചനം കേട്ട് ജീവിതങ്ങളെ കീഴ്പ്പെടുത്തി ക്രിസ്തുവിന്റെ കരത്തിൽ കൊടുത്ത് ഓരോ സെക്കൻഡും തങ്ങളെ തന്നെ ക്രിസ്തുവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്ത് ക്രിസ്തുവിന് ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പാത്രത്തിന് മാത്രമേ അപ്പൻ്റെ അടുത്ത് പോകാൻ പറ്റൂ. എല്ലാ വേസ്റ്റിനെയും കയറ്റുന്ന ഒരു സ്ഥലമല്ല സ്വർഗം എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി തുറന്ന് അവിടെ ഡോർ ഇട്ടിരിക്കുകയല്ല. സ്വർഗ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ എന്തിനു വേണ്ടി വന്നു? മക്കൾ ജഡരക്തങ്ങളോട് കൂടി നമ്മുടെ പാപത്തെ ക്ഷമിക്കാനും വീണ്ടെടുക്കാനുമാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ ജീവിക്കുന്ന ഒരു പൈതലിന് വേണ്ടി മാത്രമാണ് യേശു നിൽക്കുന്നത്, സ്വർഗമുള്ളതും. അങ്ങനെയെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏത്? നമ്മൾ കേൾക്കുന്ന സുവിശേഷം ഏത്? നമ്മൾ ഇരിക്കുന്നതും ആരാധിക്കുന്നതും സത്യത്തിലാണോ? നമ്മൾ പള്ളി പോകുന്നുണ്ട്, എന്തിനാണ് പോകുന്നത്? അവിടെ യഥാർത്ഥ സത്യം കേൾക്കുന്നുണ്ടോ? ഈ വേദപുസ്തകത്തിനകത്തുള്ള സത്യവചനമാണോ ആ സഭയ്ക്കകത്ത് കേൾക്കുന്നത്? ഇനി കേട്ടെ, ഈ സത്യവചനമാണെങ്കിൽ എനിക്ക് അതിന്റെ മുമ്പിൽ വീഴാൻ കഴിയുന്നുണ്ടോ? സത്യവചനമാണെങ്കിൽ ഞാൻ വേറെ ഒന്നും വിമർശിക്കുകയല്ല, ആ സത്യവചനത്തിന്റെ മുമ്പിൽ എനിക്ക് വീഴാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ആരാധിക്കുന്ന തിരുവചന പ്രകാരമായിരിക്കണം. പല ഉപദേശം കൊടുക്കുന്നവർ പലരും പറയും ദൈവത്തിന് സ്തോത്രം. ചിലർ പറയുന്നത് എങ്ങനെയാണ്? ഓ, ഞങ്ങളെ പള്ളിയിലുള്ള ഈ വചനം എന്ത് പറയുമോ അതിന്റെ അപ്പുറത്തില്ലപ്പാ, ഈ വചനത്തിന്റെ അപ്പുറത്ത് എനിക്ക് വേണ്ട. അതിന് എന്ത് ത്യാഗം സഹിച്ചാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ ഇനി എന്തൊക്കെ ഇനി സ്തോത്രം ഉണ്ടാക്കി കൊണ്ടുവന്നാലും എനിക്ക് സാരമില്ലെന്ന് പറയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാമോ? സത്യവചനം കേട്ടാലും യഥാർത്ഥത്തിലേക്ക് മുട്ടുമടക്കൂല. കാരണം എന്താ പറയുക? പ്രീതി പോവും, പ്രീതി. ആൾക്കാർ ചോദിക്കും, നീ ഇപ്പൊ കൊട്ടിപ്പാടാൻ തുടങ്ങിയോ എന്നു ചോദിക്കും. നീ ഇപ്പോ JCB ആണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമുക്കറിയാലോ JCB എന്തിനാ ഉപയോഗിക്കുന്നത്, ആർക്കും അറിഞ്ഞൂടാത്ത പോലെ. JCB എന്തിനാ ഉപയോഗിക്കുന്നത്? മണ്ണ്. ദൈവമക്കൾ കൈയടിച്ച് ആരാധിക്കുമ്പോൾ ശരീരം അനങ്ങുമല്ലേ? നിങ്ങൾ മണ്ണിടിക്കാൻ പോകുന്ന യന്ത്രം എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, തിരുവചനം കേൾക്കുമ്പോൾ ഞാൻ യന്ത്രമാണെന്നല്ല നോക്കേണ്ടത്. യേശു എന്നോട് എന്ത് പറയും? ഈ വചനത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന പൈതൽ എന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. വചനത്തിന്റെ മുമ്പിൽ ആര് കീഴടങ്ങുമോ, ആര് മുട്ടുമടക്കുമോ, ആ വ്യക്തി ആരായാലും ശരി, മനുഷ്യന്റെ പ്രീതി ചിലപ്പം കിട്ടൂല. ആൾക്കാർക്ക് ഇഷ്ടം വരികയില്ലായിരിക്കാം. ആൾക്കാർ ചോദിക്കും, ഓ, നീ ഇപ്പൊ സ്വത്രം കൊട്ടിപ്പാടാൻ തുടങ്ങിയോ? നീ ഇപ്പൊ കൈയടിക്കാൻ തുടങ്ങിയോ? നീ ഇപ്പൊ അല്ലേലൂയ പറയാൻ തുടങ്ങിയോ? നീ ഇപ്പൊ സ്തുതിക്കാൻ തുടങ്ങിയോ? നീ ഇപ്പൊ അന്യഭാഷ പറയാൻ തുടങ്ങിയോ? നീ ഗ്ലോറി ഗ്ലോറി എന്ന് പറയാൻ തുടങ്ങിയോ? നീ ഇപ്പൊ ചീത്തവിളിയൊക്കെ മതിയാക്കിയോ? നീ ഇപ്പൊ മദ്യപാനമൊക്കെ നിർത്തിയോ? നീ ഇപ്പൊ ഞങ്ങളോടുള്ള കൂട്ടൊക്കെ നിർത്തിയോ? നീ ഇപ്പൊ എങ്ങനെയാണ്? നീ ഇപ്പൊ എല്ലാ ആഴ്ചയും പള്ളി പോകാൻ തുടങ്ങിയോ? നീ ദൈവവൈതലായോ? ഇതൊക്കെ മോശമായിട്ട് മനുഷ്യൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ എത്ര പേർക്ക് സംഘത്ത് കൈവച്ച് ഈ വേദപുസ്തകം കൊണ്ട് പള്ളിയിൽ പോയി ആരാധിക്കുമ്പോൾ ധൈര്യത്തോടെ പറയാൻ, ഓ, എന്റെ യേശു എന്നെ നേടിയെന്ന് പറയാ, എന്റെ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു പറയാ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന് പറയാ, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തൊരു പൈതലായി, ഓ, മറ്റൊരാളിനെയും കൂടെ ക്രിസ്തുവിലേക്ക് നേടാ ഈ വചനം കേട്ട് ഇന്ന് മുട്ടുമടക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സഹോദരങ്ങളെ? 24 അപ്പോസ്തല പ്രവൃത്തി 24-27 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വായിച്ചേ. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫേലിക്സിന് പിൻവാഴിയായി പോർക്യോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫേലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി. ചിലർക്കുണ്ടല്ലോ
തിരുവചനം കേട്ടാലും അവർക്ക് അത് വേണ്ട. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 25:9 അത് വായിക്കുമ്പോൾ അങ്ങനെയുണ്ട്, പ്രീതി മതി. അയ്യോ, അവരെന്ത് ചിന്തിക്കും, എൻ്റെ ഭർത്താവ് എന്ത് ചിന്തിക്കും, എൻ്റെ ഭാര്യ എന്ത് ചിന്തിക്കും, എൻ്റെ അപ്പനും അമ്മ എന്ത് ചിന്തിക്കും, എൻ്റെ നാട്ടുകാരെന്ത് ചിന്തിക്കും, എൻ്റെ അയൽക്കാരെന്ത് ചിന്തിക്കും. സഹോദര സഹോദരി, നമ്മൾ മനുഷ്യനല്ല നോക്കേണ്ടത്, ഈ തിരുവചനം നോക്കണം, യേശുവിനെ നോക്കണം. അയ്യോ, നാണക്കേടല്ലേ, നാണക്കേടൊന്നും ഇരിക്കരുത്, നാണക്കേടൊന്നും. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അപമാനം നിന്ദിച്ച് കാർക്കിച്ച് തുപ്പി അർത്ഥനാക്കി വസ്ത്രം പറിച്ചുരിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ശാലിനി, നിനക്ക് വേണ്ടി ഞാനിതാ അപമാനിക്കപ്പെടുന്നു പറഞ്ഞോ എവിടെയെങ്കിലും? ഇല്ല. യേശു നിന്നു കൊടുത്തില്ലേ? അങ്ങനെയെങ്കിൽ ആ യേശു എനിക്ക് വേണ്ടി മരിച്ച ആ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കപ്പെട്ട് യേശുവിനായി ജീവിച്ച് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് യേശു ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ച എന്റെ രക്ഷകനെ കാണാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ നോക്കൂല. അവരെന്ത് പറയും, ഇവരെന്ത് പറയും നോക്കത്തില്ല. നോക്കിയേ, ഇവിടെ പറയുന്നു പ്രീതി സമ്പാദിക്കാൻ നോക്കി. വായിച്ച അപ്പോസ്തല പ്രവൃത്തി 25:9. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനോട് യെരൂശലേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുൻപിൽ വെച്ച് ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ഈ മനുഷ്യന്റെ പ്രീതി മർക്കോസ് 15:15 വായിക്കുമ്പോൾ, മർക്കോസ് സുവിശേഷം, അവിടെ ഈ പുരുഷാരത്തെ തൃപ്തി വരുത്തുവാൻ, ആൾക്കാരെ തൃപ്തി വരുത്തുന്ന ശുശ്രൂഷ, ആൾക്കാരെ തൃപ്തി വരുത്തണം. ആൾക്കാരെ ഓ നിങ്ങൾ ഇന്ന ആൾക്കാരാണല്ലേ, അവിടെ തിരുവചനം കാണത്തില്ല, തൃപ്തി വരുത്തുന്ന. വായിച്ചേ. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ച്. കണ്ടോ, ഒരു കൂട്ടർക്ക് പുരുഷാരത്തെ തൃപ്തി വരുത്തിയാൽ മതി. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പച്ചാ ഇന്ന് ഈ കൺവെൻഷന്റെ 3ാമത്തെ രാത്രി എനിക്ക് മനുഷ്യനെ തൃപ്തിപ്പെടുത്തണ്ട, എന്റെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുക, എന്റെ മേൽ കൃപയെ തരണമേ, എന്റെ മേൽ ശക്തിയെ തരണമേ. ഇന്ന് തിരുവചനം കേൾക്കുമ്പോൾ എന്റെ കെട്ടുകളെ പൊട്ടിച്ച് എന്റെ അപ്പന്റെ മുന്നിൽ മുട്ടുമടക്കുക, എന്റെ മേൽ ആ ശക്തിയെ തരണമെന്ന് ആര് പ്രാർത്ഥിക്കും? ദൈവത്തിന് സ്തോത്രം. ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ഗലാത്യർക്ക് എല്ലാവരും എടുത്തു നോക്കണം, ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. ഇന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്ന സഹോദരങ്ങളെ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ, അതോ നാട്ടുകാരെയും ബന്ധുക്കളെയും അയൽക്കാരെയും കാണുന്നവരെയും ഈ 4 വിരൽ നീളമുള്ള ഈ ആയുസ്സിൽ സങ്കീർത്തനം 90:3 വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് വിളിക്കുമ്പോൾ പോകാൻ തയ്യാറായി വേണം ഞാൻ നിങ്ങൾ നിൽക്കാൻ. വാ എന്ന് പറയുമ്പോൾ ഇവിടെ വിട്ടിട്ട് പോകേണ്ടവരാണ് ഞാൻ നിങ്ങളും. അങ്ങനെ പോകേണ്ട ഞാൻ നിങ്ങളും മനുഷ്യനെ നോക്കണമോ ദൈവത്തെ നോക്കണമോ? നിങ്ങൾ ചിന്തിച്ചേ. അകത്തിറങ്ങണം ഈ വചനം. നിങ്ങൾ വേറെ ഒരു നെഗറ്റീവ് ചിന്തിക്കല്ലേ, വചനം അകത്തിറങ്ങണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിലെ ജീവിതം 4 വിരലേ ഉള്ളൂ. സ്വത്രം ഏറിയാൽ വചനം പറയുന്നു, ഏറിയാൽ 70 അല്ലെങ്കിൽ 80, 100 ആകട്ടെ, 110 ആകട്ടെ. ഞാൻ 110 അങ്ങ് കൂട്ടിയിടുകയാണ്. എല്ലാവരും 110 വയസ്സ് വരെ ജീവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വരവ് താമസമെങ്കിൽ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇവിടം കഴിഞ്ഞ് ഒരു ജീവിതം നമുക്കുണ്ട്, അത് യുഗായുഗമാണ്. അത് 50 അല്ല, 60 അല്ല, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും, 70 അല്ല, 90 അല്ല, 100 അല്ല, 1000 അല്ല, 5000 അല്ല, 5 കോടിയല്ല. ഇവിടെ ആണെങ്കിലോ 80, 90, 100, 110. പക്ഷെ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നൊരു ജീവിതമുണ്ട്, കോടിക്കണക്കിന് വർഷങ്ങൾ, എന്ന് വെച്ചാൽ അവസാനിക്കാത്ത ജീവിതം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇത് എൻ്റെ വീടല്ല, എൻ്റെ സ്ഥലമല്ല. ഇപ്പം വിളിച്ചാൽ, ഈ പ്രസംഗിച്ചോട് നിൽക്കുമ്പോൾ വിളിച്ചാലും ശാലിനി റിപ്പോർട്ട് ചെയ്തേച്ച് തീരും. അവിടെ എനിക്കിവിടെ എൻ്റേതാണെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്, എന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. എൻ്റെ ദിവസമാകുമ്പോൾ, എൻ്റെ ദൈവം വിളിക്കുമ്പോൾ ഞാൻ പോയേ തീരൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വായിച്ച സങ്കീർത്തനം 90:3. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മർത്യ പൊടിയിലേക്ക് പോ. അടുത്ത് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. അപ്പൊ മനുഷ്യപുത്രന്മാരെ നീ തിരിച്ചു വാ എന്ന് വിളിക്കും, പൊടിയെ മണ്ണിലോട്ട് ചേർന്ന് വിളിക്കും. അപ്പോ ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ ശരീരമാകുന്ന ഈ പൊടി, മണ്ണ്, ഈ മണ്ണോട് ചേരുകയും മനുഷ്യപുത്രനെ ആര് വിളിക്കുകയും ചെയ്യും?
ദൈവം വിളിക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ ഈ ഭൂമിയിൽ. ഈ സ്തോത്രം ഇത് പോയാൽ പിന്നെ നമ്മളോട് ചോദിക്കുന്ന അടുത്ത പേര് പോലും വിളിക്കത്തില്ല. ആ ശാലിനി അവിടെ ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്, അടുത്ത ശുശ്രൂഷ അടക്കം കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളെ നാട് ഇവിടെ അല്ല. ഇവിടെ ആരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, മനുഷ്യന്റെ മുഖം നോക്കിക്കൊണ്ടിരുന്നാൽ സ്വർഗം എനിക്ക് നിങ്ങൾക്ക് നഷ്ടമാകും. നമ്മൾ ആരെ നോക്കണം, ആരെ പ്രസാദിപ്പിക്കണം, ആരെ മുമ്പിലാണ് ജീവിക്കേണ്ടത്, ആരെ മുമ്പിലാണ് വീഴേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്, ഇത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ തിരിച്ചറിഞ്ഞ് ദൈവഭാഗത്തിൽ വീണില്ലെങ്കിൽ ഇവിടെ വെച്ച് വിളിച്ചിട്ട് അവിടെ നേരെ ചെന്നിട്ട് അവിടെ ചെന്ന് ആരാധിക്കാൻ പറ്റുമോ? അവിടെ ചെന്ന് മുട്ടുമടക്കാൻ പറ്റുമോ? ഇവിടെ വെച്ച് ചെയ്യേണ്ട കാര്യം അവിടെ ചെന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നമ്മൾ വീണുകൊള്ളണം. കർത്താവേ, എനിക്ക് ആ വചനത്തിൽ ജീവിക്കണമെന്ന് ഗലാത്യർ 1:10 പറയുന്നു. മനുഷ്യനെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 12:3 പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനെ പ്രസാദിപ്പിക്കുമോ അതോ ദൈവത്തെ പ്രസാദിപ്പിക്കണമോ? ആൾക്കാർ പറയുന്നതാണോ ശരി, അതോ ദൈവം പറഞ്ഞതാണോ സത്യം? ഏതാ സത്യം? ഏതാ ശരിയാണോ? സത്യമല്ല. ശരി വേറെ, സത്യം വേറെ. ലോകം പറയുന്ന ശരികളെല്ലാം സത്യമല്ല. സത്യം യേശുവാണ്. യേശു എന്ന സത്യം വഴിയും സത്യവും ജീവനും യേശുവാണ്. ആ യേശു എന്ന സത്യം ഞാനും നിങ്ങൾ അറിയണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്താണ് സത്യമെന്ന് അറിയണം. വായിച്ചേ. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടോ? പ്രസാദകരമാകുന്ന ആൾക്കാരെ കൊല്ലുകയാണ്. ചിലരെ അടിച്ചു കൊല്ലുന്ന എന്തിനറിയാമോ? വേറൊരാളിനെ പ്രസാദിപ്പിക്കാം. ചില പള്ളി പോകുന്ന എന്തിനറിയാമോ? അയ്യോ, അവരെൻ്റെ കൂടെ ഉണ്ട്, അവരെ കാണിക്കാം. സ്തോത്രം. എനിക്ക് അവിടെ പോയ എല്ലാ പാവവും ചെയ്യുകയും ചെയ്യാം, കർത്തൃമേശ എടുക്കാം, തിരുവത്താഴം കിട്ടും, പിന്നെ അടിച്ചു പൊളിച്ചെല്ലാം ജീവിക്കാം. എല്ലാവരും നമ്മളെ കൂട്ടുകാർ തന്നെ, എല്ലാവരും നമ്മുടെ കൂട്ടുകാർ തന്നെ. ഇനിയിപ്പോൾ സത്യവചനം പറഞ്ഞൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ തിരുവചനത്തെ മാറ്റിവിടും. ഞാൻ പറയട്ടെ, ഈ തിരുവചനം തള്ളിക്കളയല്ലേ. ഈ വചനം സങ്കീർത്തന പുസ്തകം 119 അധ്യായം 89 വാക്യം വായിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വേദപുസ്തകത്തിന്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിൽ ഇരിക്കുകയാണ്. നമ്മൾ ഇവിടം വിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഏത് പള്ളിയിൽ പോയെന്നല്ല ചോദിക്കുന്നത്, നീ എങ്ങനെ ആരാധിച്ചു എന്നല്ല ചോദിക്കുന്നത്. യേശു ചോദിക്കുന്നത്, നിന്റെ ഈ ഭൂമിയിലെ ജീവിതം ഞാൻ തന്ന വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന വചനപ്രകാരമാണോ? ഈ വചനം വെച്ചാണ് ന്യായം വിധിക്കുന്നത്. ഈ വചനത്തിൽ നിന്ന് ഒരു പള്ളിയും പുള്ളിയും മാറില്ല. എന്നാൽ നമ്മൾ പ്രസംഗം കേൾക്കുമ്പോൾ ഈ വചനം തുറക്കത്തില്ല. ഇതിനകത്തുള്ളത് സത്യമാണോ, ഇതിനകത്തുള്ളത് എന്താണ് എന്ന് നോക്കത്തില്ല. വായിച്ചേ. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായതാണേത് സത്യവേദ പുസ്തകത്തിലെ വചനം. ഇതിന് ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ വചനത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് മാറുകയുമില്ല. ഗലാത്യർക്ക് ലേഖനം 1 അധ്യായം 6, 7, 8 വാക്യം വായിക്കുമ്പോൾ വായിച്ച ഗലാത്യർ 1:6-7 അങ്ങോട്ട് വായിച്ചേ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ വേദപുസ്തകം വായിക്കുന്ന ഏതൊരു പൈതലിനും മനസ്സിലാവും കാര്യങ്ങൾ. ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സത്യസുവിശേഷം എന്താണെന്ന്. ആ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ ആ വചനത്തിന്റെ മുൻപിൽ വീഴണം. ആ വചനം അംഗീകരിക്കണം. അതിന്റെ മുമ്പിൽ വീണ് അതിന് പ്രകാരം ജീവിക്കാൻ നമ്മളെ വിട്ടുകൊടുക്കണം. അടുത്ത വരി. അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. വീണ്ടും 2 കൊരിന്ത്യർ 3:6 വായിക്കുമ്പോൾ അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. റോമർ 16:17-18 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 16:17-18 വാക്യം വായിച്ചേ. വായിച്ചേ. റോമർക്ക് ലേഖനം 16 അധ്യായം 17-18.
സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. 2 തിമോഥെയോസ് ലേഖനം 4:3-4 വാക്യം വായിക്കുമ്പോൾ ചിലരുടെ ഉപദേശം പത്യോപദേശം പറയേണ്ടതിന് പകരം ഈ തിരുവചനത്തിലെ സുവിശേഷം ഇന്ന് അനേക സഭകളിൽ ഇല്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമ്മളത് തിരിച്ചറിയണം. നമുക്ക് സഭ വചനം കിട്ടണം, വചനം കേൾക്കണം. കേൾക്കുക മാത്രമല്ല, വചനം എന്നെ രൂപാന്തരപ്പെടുത്തി എൻ്റെ കുറവുകളെ ഉണർന്ന് എൻ്റെ ജീവിതം മൊത്തത്തിൽ മാറണം. മാറിയില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. വായിച്ചേ 2 തിമോഥെയോസ് 4:3-4. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. ഒരുപാട് ഉപദേശം എന്തെന്നറിയാമോ? വന്നിരിക്കുന്ന ജനത്തിന് പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം കൊടുക്കും. ഒന്ന് ചാടി ഒന്ന് വെപ്രാളം കാണിപ്പിച്ച് ലോകത്തിലുള്ള എന്തോ ഒന്ന് കിട്ടി ചാമ്പലിൽ വെള്ളം വീണ പോലെ അവരൊന്ന് ആനന്ദിച്ച് അപ്പുറത്തേക്ക് കിട്ടിപ്പോയി. പ്രശ്നം വരുമ്പോൾ അവർ വീണുപോകും. കാരണം എന്താ? തിരുവചനമില്ല, സത്യവചനമില്ല, വീണു പോകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, സത്യവചനപ്രകാരം ജീവിക്കണം. വഴി സത്യമാകുന്ന ജീവൻ. ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ക്രിസ്മസിന് നമ്മൾ എന്ത് ചെയ്യണം? സദൃശവാക്യം 22:6 വാക്യം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, ക്രിസ്മസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം കൂടെ അതും ഇതൊക്കെ വാങ്ങി യേശുവിനെയും ഉണ്ണി യേശുവിനെയും വലിയ യേശുവിനെയും എല്ലാം കൂടെ വിലപേശുന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ എത്ര അർത്ഥത്തിൽ നിങ്ങൾ എടുത്തു എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന യേശു ഇതായിരിക്കല്ലേ? അവർക്ക് യേശുവിനെ പറഞ്ഞു കൊടുക്കണം. മക്കളെ, യേശുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കണം. ഈ കൊണ്ടുവച്ചിരിക്കുന്ന ഉണ്ണി യേശുവല്ല. ഇതാണോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട യേശുവാണെന്നല്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ നാളെ സമയം ഈ വിഗ്രഹങ്ങളെ കാണുമ്പോഴെല്ലാം നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? യേശുവിനെ തൊഴും. യേശു എന്ന് പറഞ്ഞ് മുട്ടുമടക്കും. യേശു എന്ന് പറഞ്ഞ് ഇവർ വിഗ്രഹം കൊണ്ട് നടക്കും. ഇന്ന് മാതാപിതാക്കൾ ഇതെല്ലാം വാങ്ങി വെച്ച് അവരും കൂടെ കൊണ്ടുവച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് യേശു, ഇതാണ് യേശുവിന്റെ അമ്മ, ഇതാണ് യോസഫ്. ആ കുഞ്ഞു മനസ്സിനകത്ത് ഇതാണ് നിറയുന്നത്. അവര് വലുതാകുമ്പോൾ ഇത് തന്നെ ചിന്തിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് അനേക മക്കൾക്ക് യഥാർത്ഥ ദൈവം ആരെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ തെറ്റിപ്പോകുന്നു. രക്ഷ എന്താണെന്ന് അറിയത്തില്ല, മാനസാന്തരം എന്താണെന്ന് അറിയത്തില്ല, അഭിഷേകം എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, സത്യ ദൈവം ആരെന്ന് അറിയത്തില്ല. അപ്പനും അമ്മയും പറഞ്ഞു, നമ്മളൊക്കെ പറയും, മക്കളെ പരീക്ഷയ്ക്ക് പഠിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് പോയാൽ നീ പ്രാർത്ഥിച്ച് പഠിച്ചിട്ട് പോണം. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോ നീ പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ടൊക്കെ പോയാൽ 100-ന് 100 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു വിടും. ആരോട് പറയും? നമ്മളെ മക്കളോട് പറയും, നീ പ്രാർത്ഥിച്ചിട്ട് പോകണം. 2 ദിവസമൊക്കെ ഉപവസിച്ചിട്ട് പോയാൽ പരീക്ഷയ്ക്ക് 100-ന് 100 മാർക്ക് കിട്ടുമെന്ന് പറയും. അപ്പോൾ പരീക്ഷയ്ക്ക് പോയി, കുഞ്ഞ് പരീക്ഷ എഴുതി, റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞ് തോറ്റുപോയി. കുഞ്ഞ് തിരിച്ചെന്തുവെന്ന് പറയും? റിസൾട്ട് വന്നപ്പോൾ കയ്യിൽ ചരടെല്ലാം കെട്ടിയ, യേശുവിനെ കണ്ടുമുട്ടാത്ത, പ്രാർത്ഥിക്കാത്തവന് 100-ന് 100 മാർക്ക്. പ്രാർത്ഥിച്ച് 2 ദിവസം ഉപവസിച്ച് പോയവന് തോറ്റുപോയി. അപ്പൊ ഈ കുഞ്ഞിന്റെ മനസ്സ് എന്തോന്നാ കയറിയേ? ഈ ദൈവം ജയിപ്പിക്കുന്ന ദൈവമൊന്നും തന്നെയല്ലേ? ഇത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഈ കുഞ്ഞിന്റെ മനസ്സിൽ ദൈവത്തെ എങ്ങനെ കാണും? അങ്ങനെയാണോ പഠിപ്പിക്കേണ്ടതല്ല, പിന്നെ എങ്ങനെയാ പഠിപ്പിക്കേണ്ടത്? മക്കളെ, പഠിക്കുന്ന പൈതലിനെ കർത്താവ് അത്ഭുതം ചെയ്യും, ഉറപ്പാണ്. നീ പഠിച്ചില്ലയോ മാർക്ക് കുറയും, ഭാരപ്പെടേണ്ടി വരും. നീ പഠിക്കണം. ഇനി നിനക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും, മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും, ഈ ലോകം ശാശ്വതമല്ല മക്കളെ. നമുക്കൊരു വീടുണ്ട് സ്വർഗത്തിൽ. ഈ വീട് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ നിങ്ങള്? അവിടെ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? അതാ ഇവിടെയുള്ള ചില വിഗ്രഹങ്ങളെയാണോ പരിചയപ്പെടുത്തി കൊടുത്തത്? അതോ മക്കളെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ബംഗ്ലാവ് കിട്ടുമെന്നാണോ പരിചയപ്പെടുത്തി കൊടുത്തത്? അത് കുഞ്ഞുദ്ദേശിക്കും പോലെ കിട്ടിയില്ലെങ്കിൽ അവർ യേശുവിനെ ആരാധിക്കുമോ? ഇല്ല. അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രാർത്ഥിച്ചിട്ട് എന്തേ അത് കിട്ടിയില്ല? പ്രാർത്ഥിച്ചിട്ട് എന്തേ ഇത് കിട്ടിയില്ല? പ്രാർത്ഥിച്ചിട്ട് എന്തേ അങ്ങനെ കിട്ടിയില്ല? അങ്ങനെയെങ്കിൽ അമ്മ പറയുന്ന ദൈവമാണോ? അത് സത്യദൈവമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചത് കിട്ടണ്ടേ? ആ പ്രാർത്ഥിക്കാത്തവന് കിട്ടിയല്ലോ ഇതെല്ലാം. ആ പള്ളി പോകാത്തവന് കിട്ടിയല്ലോ ഇതെല്ലാം. സ്തോത്രം. ആ ഇന്ന ആളിന് നിരീശ്വരവാദിക്ക് ഈ നന്മയെല്ലാം കിട്ടിയല്ലോ, പിന്നെ എന്തേ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ യേശുവിനെ ആണോ കാണുന്നതല്ല, യേശുവിനെ തള്ളി പറയും. വായിച്ചേ സദൃശവാക്യം 22:6 വായിച്ചേ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ, കുഞ്ഞായിരിക്കുമ്പോ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. മക്കളെ പഠിപ്പിക്കേണ്ട വചനം പറഞ്ഞു കൊടുക്കണം. മക്കളെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നീ ലോകം പറയുന്നത് നടന്നാലും ഇല്ലെങ്കിലും,
ഒരു ദൈവമേ ഉള്ളത്, യേശുവാണ്. ആ ദൈവത്തെ നീ ആരാധിക്കണം. നമ്മളെല്ലാം ഒരു ക്യൂലാണ്, ഇവിടെ വിട്ട് പോകേണ്ടി വരും. ഒരുപക്ഷെ സ്വതന്ത്രം നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ വെച്ച് കാണണം. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ യേശുവിനെ കണ്ടുമുട്ടണം. തിരുവചനത്തിനകത്ത് കുറെ കൽപ്പനകളുണ്ട്, വചനങ്ങളുണ്ട്, ഇത് നമ്മൾ അനുസരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ മക്കൾ ആരെ കണ്ടുമുട്ടും? അല്ലെങ്കിൽ അവർ തോറ്റുപോയാൽ അവരതോടെ പള്ളി വിടും. സ്വത്രം അവര് പ്രാർത്ഥിച്ചപ്പോ വീട് കിട്ടിയില്ല, പള്ളി വിടും. അവര് പറയും ഇങ്ങനൊരു ദൈവം ഇല്ല. അങ്ങനെയല്ല പറയേണ്ടത്. സത്യവചനം അവരുടെ അകത്തിറങ്ങണം, യാഥാർത്ഥ്യം അവരുടെ അകത്തിറങ്ങണം. ഇവിടെ കുറച്ചു കാലം നമുക്ക് ജീവിതമുള്ളതെന്നും ഇതിന് ശേഷം നമുക്കൊരു സ്വർഗമുണ്ടെന്നും നമുക്കൊരു ഇവിടെ എല്ലാം ഈ ഭൂമിയെല്ലാം നശിച്ചു പോകാൻ ഇട്ടിരിക്കുകയാണെന്നും ഇതെല്ലാം തീക്കായി മക്കളെ സൂക്ഷിച്ചിരിക്കുകയാണെന്നും മക്കളെ നിത്യമായ ഒന്നുണ്ടത് കൊട്ടാരമാണെന്നും അവിടുത്തെ തെരുവീതി സ്വർണം കൊണ്ടാണെന്നും അവിടെ കൊട്ടാരം കൈപ്പണിയില്ലാതെ ദൈവം ഒരുക്കിയിരിക്കുന്നെന്നും ആ ദൈവത്തിനടുക്കൽ നമ്മളെല്ലാവരും പോകുമെന്നും അവിടെ പിന്നെ മരണമില്ല മക്കളെ എന്ന് നമ്മളെ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തോന്നാ പറഞ്ഞിട്ടുള്ളേ? കൊട്ടാരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, 50 ഏക്കർ കിട്ടുമെന്ന് പറഞ്ഞു. പിള്ള വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 5-6 ദിവസം കഴിയുമ്പോൾ പറയും എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഇതാണല്ലോ, കിട്ടിയില്ലല്ലോ. അപ്പൊ ഈ ദൈവം കള്ള ദൈവമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? സത്യം നിങ്ങൾ അറിയുകയും ഇനി എൻ്റെ ദൈവത്തിന് നമ്മയും നമ്മുടെ തലമുറകളെയും എവിടെയല്ല എത്തിക്കാൻ ദൈവം കണ്ടിട്ടുണ്ടോ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും തരാൻ. സകലം എന്നതിന് അർത്ഥം സ്വത്രം ദൈവം ആഗ്രഹിക്കുന്ന എല്ലാം തരാൻ. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, അതെല്ലാം തരാൻ ദൈവം ഒരുക്കമാണ്. പക്ഷേ ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്നും ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്നും സത്യവചനപ്രകാരം ജീവിച്ചാലേ അവിടെ പോകാൻ പറ്റുള്ളൂന്നും നമ്മളെ മക്കൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇന്നലെ ഒരു വരി പറഞ്ഞു. ചിലർക്കൊക്കെ അത് വിഷമം വന്നതാണ്, ചിലർക്ക് നെഗറ്റീവായിട്ട് ചിന്തിച്ചാണ്, ചിലപ്പോൾ രാത്രി ഉറങ്ങിക്കാണോന്ന് എനിക്ക് അറിഞ്ഞുവിടാം. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. സ്വത്രം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് യേശുവിനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. 2 ദുഃഖ വെള്ളിയാഴ്ചയെ കുറിച്ച് ഞാൻ പറഞ്ഞു. പയറും കഞ്ഞി വെച്ച് നമ്മളെ ചമ്മന്തി വെച്ച് കൂട്ടി കുടിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ? വിമർശിച്ചതല്ല, കളിയാക്കിയതല്ല. സ്വത്രം ദുഃഖ വെള്ളിയാഴ്ച എനിക്ക് എന്നെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം എന്താ? നരക തീക്കകത്ത് പോകേണ്ടതിന് പകരം ഇത്രയും കൊടും ഭാവിയായ എന്നെ ശാലിനി നിനക്ക് വേണ്ടി ഞാൻ പകരക്കാരനായി മരിക്കുന്ന മക്കളെ, നീ ആനന്ദിച്ചോ, നീ നൃത്തം ചെയ്തോ, നീ സ്തുതിച്ചോ, നീ ഇനി നരകത്തിൽ പോകത്തില്ല. നീ എന്റെ രാജ്യത്ത് എന്റെ അടുത്ത് വരും. അതാണ് ആ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എത്രയൊക്കെ മനസ്സിലായി? തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് റിപ്പീറ്റ് ചെയ്തത്. ഞാൻ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഇന്നലെ ഞാൻ പറഞ്ഞങ്ങ് വിട്ടു. നിങ്ങൾ എത്ര പേര് ചിന്തിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, യേശുവിന്റെ മരണമാണ് എന്റെ വിടുതൽ. യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് വിടുതലില്ല. സ്വത്രം യേശു മരിച്ചപ്പോൾ ഞാൻ തുള്ളിച്ചാടി. എന്തുകൊണ്ട്? അപ്പച്ചൻ മരിച്ചത് കൊണ്ട്. യേശു മാത്രമാണ് പാപമില്ലാത്തവൻ. പാപമില്ലാത്ത യേശു മരിച്ചത് കൊണ്ട് പാവിയായ എന്റെ പാപം എന്ത് ചെയ്തു? ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ പോയി. എന്തുകൊണ്ട്? യേശു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട്. അപ്പം ദുഃഖ വെള്ളിയാഴ്ച എൻ്റെ സന്തോഷ ദിവസമാണ്. എന്തുകൊണ്ട് സന്തോഷം? എന്താ സന്തോഷം? അന്നല്ല എൻ്റെ ദുഃഖം, അന്ന് എൻ്റെ സന്തോഷ ദിവസമാണ്. കാരണം എനിക്ക് വേണ്ടി പകരക്കാരനായി സ്വർഗത്തിലെ ദൈവം, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിന്നവൻ എനിക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി താണിറങ്ങി വന്ന് ശാലിനിയോടുള്ള ഇഷ്ടം കൊണ്ട്, എന്നോടുള്ള പ്രേമം കൊണ്ട്, എന്നോടുള്ള ദാഹം കൊണ്ട് എന്നെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ഇതെല്ലാം അടിയും കൊണ്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയി, മക്കളെ അവിടെ ഞാൻ ഭവനം ഒരുക്കാൻ പോകും. അത് ക്രൂശിൽ പോയപ്പോഴാണ് പറഞ്ഞിട്ട് പോയി, ഭവനം ഒരുക്കാൻ പോകുകയാ. അതിനുവേണ്ടി ഭവനം ഒരുക്കാൻ കർത്താവ് മരിച്ചു. സ്വർഗത്തിൽ പോയപ്പോൾ പറഞ്ഞു, മക്കളെ ഞാൻ നിന്നെ വിളിക്കാൻ വീണ്ടും വരും. ഇത് പറയണമെങ്കിൽ യേശു എന്ത് ചെയ്യണം? മരിക്കണം. അപ്പൊ യേശുവിന്റെ മരണം എനിക്ക് ദുഃഖമാണോ സന്തോഷമാണോ? പറ. സന്തോഷമാണ്. കാരണം എന്താ? ഞാൻ നരകത്തിൽ പോകേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളെ ചൊല്ലി, നിങ്ങളെ മക്കളെ ചൊല്ലി. ഇപ്പൊ അർത്ഥം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് പോയപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചത് രാത്രി. അതുകൊണ്ടാണ് ഇത് വിവരിച്ച് പറയാൻ കാര്യം. സ്വത്രം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. വചനം നമ്മുടെ അകത്തിറങ്ങണം. സത്യവചനം ഇറങ്ങി വചനം നമ്മളെ സ്വതന്ത്രമാക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് 2-ാം അധ്യായം വായിക്കുമ്പോൾ
അതിനകത്ത് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തു, ശ്രദ്ധിച്ച് കേൾക്കണമേ, സ്തോത്രം. യേശു ക്രിസ്തു ഇവിടെ വന്നു, ഭൂമിയിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവിടെ എവിടെ വന്ന് ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശു സമാധാന പ്രഭുവായി അവരുടെ നടുവിൽ ഇരുന്നു. 40-ാം ദിവസം യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇവിടെ തന്നെ കാത്തിരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണമേ, ആരും തെറ്റിപ്പോകല്ലേ. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ കൺവെൻഷൻ സൈറ്റിന് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷ പ്രസംഗം. താങ്കൾ ഏതെങ്കിലും ചതിക്കുഴിയിൽ പെട്ടുപോയെങ്കിൽ, വിപരീത ഉപദേശത്തിനകത്ത് പെട്ടുപോയെങ്കിൽ, കൽപ്പിനകത്ത് പെട്ടുപോയെങ്കിൽ, ഇന്ന് രാത്രി താങ്കളെ രക്ഷിക്കാനാണ് ഈ സുവിശേഷം, ഈ സുവിശേഷ പ്രസംഗം. മറ്റാരെയുമല്ല ഉയർത്തുന്നത്, യേശുവിനാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ യേശു കർത്താവ് പറഞ്ഞു, മക്കളെ, ഞാൻ പോയി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും, അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞു, യേശു ക്രിസ്തു ഒലിവുമലയിൽ പോയി, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. 10-ന്റെ അന്ന് 10 ദിവസം കാത്തിരുന്നവര് എവിടെ ഇരുന്നു? മർക്കോസിന്റെ മാളിക മുറിയിൽ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് കാത്തിരുന്നപ്പോൾ കൂടിയിരുന്നവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. കണ്ടോ, അവർ സംസാരിച്ചു. അങ്ങനെ ഇവരെല്ലാവരും സംസാരിക്കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ശ്രദ്ധിച്ച്, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും. 120 പേർ അവിടെ കൂടിയിരുന്നു. അതിൽ യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങോട്ട് ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ അടുത്തു വരുന്ന വചനം നിങ്ങൾ സംശയിക്കും. ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ അടുത്ത് വരുന്ന വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പറയില്ല, ആ സിസ്റ്റർ വന്ന് കയ്യിൽ നിട്ട് പറഞ്ഞിട്ട് പോയാന്ന് പറയും. അതുകൊണ്ട് കയ്യിൽ നിട്ട് പറയുകയല്ല, സത്യം പറയുകയാണ്. എന്തെന്നറിയാമോ? ഇന്ന് ഇതിനകത്ത് വിടുതൽ നടക്കണം. വിടുവിക്കപ്പെട്ടിട്ടേ പോകാവൂ. കള്ളക്കഥ നമ്മുടെ അകത്ത് കിടക്കരുത്. സത്യത്താൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം. നമ്മൾ അപ്പനും അമ്മയും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വേറെ പലതുമായിരിക്കും. നമ്മൾ കേട്ട പള്ളിയിൽ പലതുമായിരിക്കും കേട്ട് നമ്മൾ അകത്ത് ഇറങ്ങി കിടക്കുന്നത്. ഇതൊന്നും നമ്മളെ സ്വർഗത്തിൽ എത്തിക്കൂല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം തുറന്ന് ഈ വചനപ്രകാരമാണ് ഞാൻ പോകുന്നതെന്ന് നോക്കണം. നോക്കിയിട്ടില്ല എങ്കിൽ ഇന്നത്തെ രാത്രി ആ കെട്ടിനെ പൊട്ടിച്ച് വെളിവരണം. സ്തോത്രം. ഈ വചനം കേട്ടിട്ട് സ്തോത്രം തിരിഞ്ഞും മറിഞ്ഞും പോകാനല്ല, ഇത് കേട്ടിട്ട് നമ്മൾ കീഴടങ്ങണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 120 പേരിലെ കൂട്ടത്ത് 12 ശിഷ്യന്മാരുണ്ട്. 11 ശിഷ്യനുള്ള യൂദാസ് കെട്ടിഞ്ഞാണ് മരിച്ചു കഴിഞ്ഞു. ഒരാളിനെ അവിടെ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു. 12 ശിഷ്യന്മാരായി യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ 120 പേർ അവിടെ കൂടി. കണ്ടോ, ലക്ഷോപലക്ഷം ജനമുണ്ട്. പക്ഷെ കാത്തിരുന്ന് എത്ര പേര്? ഓ, കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. മധ്യാകാശമണിയറയിൽ കാന്തരുമായി വേളി ചെയ്യുവാൻ. മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി ചെയ്യുവാൻ. യേശു എന്റെ അടിസ്ഥാനം, ആശ്രയം അവനിലത്രേ. യേശു എന്റെ അടിസ്ഥാനം, ആശ്രയം അവനിലത്രേ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. ഹല്ലേലൂയ. ഒരടി അടിച്ചേ, എല്ലാവരും കരമടിച്ചേ, കാരണം ശക്തിയോടെ അടിച്ചേ. അടുത്തുള്ള പ്രധാനപ്പെട്ടതായതുകൊണ്ടാ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ. അപ്പൊ 120 പേർ അവിടെ കൂടിയിരുന്നു. സ്വത്രം. ദൈവം പറഞ്ഞതുപോലെ, യേശുപ്പച്ചൻ പറഞ്ഞതുപോലെ അവർ കാത്തിരുന്നു. അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. അഭിഷേകം പ്രാപിച്ചു. അപ്പൊ ജനം, വലിയൊരു ജനക്കൂട്ടം അവിടെ കൂടി വന്ന് ചോദിച്ചു, എന്തോന്ന് സംസാരം, എന്തോന്ന് അന്യഭാഷ, എന്തോന്ന് ശബ്ദം. വ്യത്യസ്ത ഭാഷക്കാർ വന്നു. ആ ഭാഷക്കാർ പറഞ്ഞു, അയ്യോ, ഇതെന്റെ ഭാഷയിൽ സംസാരിക്കുന്നു, ഇതാ എന്റെ ഭാഷ സംസാരിക്കുന്നു. അന്യഭാഷ കപടമല്ല, അന്യഭാഷ യാഥാർത്ഥ്യമത്രേ. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുക. ദൈവം മനുഷ്യന്റെ വായിൽ ഒരു ഭാഷ കൊടുക്കും. അത് അന്യഭാഷയാണ്. അത് അന്യായ ഭാഷയല്ല, അന്യഭാഷ. അതാരോട് സംസാരിക്കാൻ? ദൈവത്തോട് സംസാരിക്കാൻ. ദൈവത്തോട് സംസാരിക്കാൻ തരുന്ന ഭാഷയാണ് ഏത് ഭാഷ? അന്യഭാഷ. ഇത് സ്വത്രം കള്ളമല്ല. അന്യഭാഷ തീർന്നു പോയില്ല. ചില സഭ പഠിപ്പിക്കുന്ന അന്യഭാഷ ഇല്ലെന്നാണ്. അല്ല, അന്യഭാഷ ഉണ്ട്. ഇന്നും അന്യഭാഷയിൽ ആൾക്കാർ സംസാരിക്കുന്നു. തീർന്നില്ല, അന്യഭാഷ നിന്നു പോയില്ല. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അഭിഷേകം ഇറങ്ങുന്നു. ആത്മാവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷയിൽ സംസാരിക്കുന്നു.
ശ്രദ്ധിച്ചു കേട്ടെ. അങ്ങനെ ജനം കുറച്ചു പേര് അങ്ങ് ഇളകി. ഇവർ വീഞ്ഞു കുടിച്ചിരിക്കുന്നത് കുറച്ചു പേര്. അങ്ങനെ ഇരിക്കുമ്പോൾ മീൻപിടുത്തക്കാരൻ പത്രോസ് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. ശ്രദ്ധിക്കണേ, ആരംഭം മുതൽ മനസ്സിലായി കാണും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്ന റൂട്ട്. സ്വത്രം. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗം തുടങ്ങി. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനമെല്ലാം കുത്തുകൊണ്ടു. 37 വാക്യം മുതൽ വായിച്ചേ. 37, 2:37. ശ്രദ്ധിച്ച് കേൾക്കണമേ. 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ശ്രദ്ധിക്കണേ, വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് എന്ത് കൊള്ളണം? കുത്തുകൊള്ളണം. വചനം കേട്ടു, ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. അടുത്ത് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ശ്രദ്ധിച്ചേ, ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോണ്ടിരുന്ന ജനം വചനം അകത്തങ്ങ് ഇറങ്ങി കുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി തിരുവചനം കേൾക്കുമ്പോൾ മാന്യ ശ്രോതാവേ, ഒരു കള്ള കഥ കേട്ടെന്ന് പോകുന്നത് പോലെയല്ല. ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് എന്നോട് സംസാരിക്കാൻ ഇന്ന് ഈ കൺവെൻഷനിൽ എന്നോട് സംസാരിക്കുന്നതെന്ന് വചനം എന്റെ അകത്തിറങ്ങി കുത്തുകൊള്ളുമ്പോൾ മുട്ടുമടക്കം വിടരുത്. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് പറയും? എൻ്റെ പള്ളിക്കാരെന്ത് പറയും? എൻ്റെ ബന്ധുക്കൾ എന്ത് പറയും? എൻ്റെ ഭാര്യ ചിന്തിക്കല്ലേ? പോക്കാണ് ചിന്തിക്കല്ലേ? കാരണം 4 വിരൽ നീളം കഴിഞ്ഞ് ഇവർക്ക് ആക്കെ രക്ഷിക്കാൻ പറ്റൂല. ഇവിടെ വിട്ട് പോയേ തീരൂ. അവരെയൊക്കെ പിടിച്ചോണ്ടിരിക്കും. ആരും കാണൂല. ദൈവത്തിന് സ്വത്രം. രക്ഷിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സത്യം തിരിച്ചറിയുമ്പോൾ ഇന്ന് രാത്രി വീണോളണം. സ്വത്രം. അപ്പോ പത്രോസിന്റെ അടുക്കൽ ജനം ഓടി വന്ന് കുത്തുകൊണ്ട്. അടുത്ത വാക്യം വായിച്ചേ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മാനസാന്തരപ്പെടണം. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഇന്ന് വരെ നീ ഏത് കൊടും പാപം ചെയ്താലും ശരി, ക്ഷമിക്കാൻ കഴിവുള്ള ഒരു ദൈവം വന്നിട്ടുണ്ട്. തല മുതൽ പാദം വരെ രഹസ്യത്തിലും പരസ്യത്തിലും അകത്തും പുറത്തും നീ ചെയ്തു കൂട്ടിയ സകലമാന പാപത്തെ ഏറ്റു പറഞ്ഞിട്ട് മൊത്തം തിരിയണം. എങ്ങനെ തിരിയണം? മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം, ദൈവത്തിന് ഹിതമല്ലാതെ നടന്ന എൻ്റെ വഴി, ഞാനിങ്ങനെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വഴിയെ നടന്നിട്ട് യേശുവിനെ കണ്ടുമുട്ടി മുട്ടുമടക്കി ആ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ തിരിഞ്ഞ് എന്ത് ചെയ്യണം? യേശുവിൻ്റെ പുറകെ പോകണം. പിന്നെ ഈ റൂട്ടൊന്നുമില്ല. ഇടത്തോട്ടില്ല, വലത്തോട്ടില്ല, ബാക്കിലോട്ടില്ല. പിന്നെ ഇനി എങ്ങോട്ടാ? തിരിഞ്ഞിട്ട് നേരെ. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? മാനസാന്തരം ഇതാ. ഇന്ന് വരെ എൻ്റെ ജീവിച്ച ജീവിതം വിട്ട് തിരിഞ്ഞ് ഇനി യേശുവിൻ്റെ ജീവിതത്തിലേക്ക്. എത്രക്ക് പിടികിട്ടി മാനസാന്തരം? മാനസാന്തരപ്പെടാൻ പറഞ്ഞു. അടുത്ത വരി വായിച്ചേ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. രണ്ടാമത്തെ കാര്യം, പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. സ്നാനം ഉണ്ടോ ഇല്ലയോ? ശ്രദ്ധിക്കണം, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. എഫേസ്യർ 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചേ. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. സ്നാനം ഉണ്ടോ ഇല്ലേ? എത്ര സ്നാനമുണ്ട്? ഒറ്റ സ്നാനമേ ഉള്ളൂ. ആരും വിഷമിക്കല്ലേ. വചനം കേൾക്കുമ്പോൾ സത്യം ബൈബിളിൽ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ മനുഷ്യനെ ആരെയും നോക്കല്ലേ. രഹസ്യമായി എല്ലാവരും ഈ സത്യവേദനത്തിലെ സ്നാനം എടുത്തോണ്ട് നിങ്ങൾക്ക് പരസ്യമായി സ്നാനം തരാതെ കള്ള സ്നാനം തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, സത്യം എന്റെ കണ്ണിനെ തുറപ്പിക്കണം. മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ ഞാനും നിങ്ങൾ നിൽക്കരുത്. തിരുവചനം വാളായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ ഞാൻ എന്തോ ആണെന്നല്ല, അപ്പാ അങ്ങയുടെ മുൻപിൽ പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ യേശു എടുത്ത സ്നാനമേത്? സ്നാനം കംപ്ലീറ്റ് എന്ന് പറയും. യേശു എടുത്ത സ്നാനമേത്? മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. എല്ലാവരും വേദപുസ്തകം തുറക്കണം. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. ഞാൻ ഇന്ന് അത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കി.
യേശു നടന്നാണ് എവിടെ വന്നേ? പറ. സ്നാനക്കുളത്തിൽ വന്നത്. സ്നാനക്കുളത്തില് ഇത്രയും കിലോമീറ്റർ എൻ്റെ അപ്പച്ചൻ അവിടെ വെള്ളം കൊണ്ട് ആണമായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന് അവിടെ ഇത്രയും കിലോമീറ്റർ നടന്ന് ഈ സ്നാനക്കുളത്തിനകത്ത് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. സ്നാനം എപ്പോഴാണ്? സ്നാനം എപ്പോഴാണ്? ജനിച്ച ഉടനെയാണോ സ്നാനം? ജനിച്ച് 1 മാസം കഴിഞ്ഞാണോ സ്നാനം? ജനിച്ച് 2 മാസം കഴിയുമ്പോഴാണോ സ്നാനം? ജനിച്ച് 3 മാസം കഴിയുമ്പോഴാണോ സ്നാനം? വായിച്ചേ മർക്കോസ് 16:16. എപ്പോഴാ സ്നാനം? സ്നാനം എപ്പോഴാ? വായിച്ചേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. എപ്പോഴാണ് സ്നാനം? എനിക്ക് വിശ്വസിക്കാനുള്ള പ്രായമാകുമ്പോഴാണ് സ്നാനം. 3 മാസമുള്ള കുഞ്ഞിന് വിശ്വസിക്കാറായോ? നിങ്ങൾ പറ. 3 മാസമായ കുഞ്ഞ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ വെച്ചോണ്ട് ഞാൻ നിൽക്കുമ്പോൾ, സ്വത്രം ദൈവ മനുഷ്യൻ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിന് കൊടുക്കേണ്ട ഉപദേശം അമ്മയോട് പറഞ്ഞാൽ, അമ്മയല്ല സ്നാനപ്പെടുന്നത്, കുഞ്ഞാണ്. ഈ കുഞ്ഞിന് വല്ലതും മനസ്സിലാകുമോ? നിങ്ങൾ പറ, മനസ്സിലാകുമോ? 3 മാസമുള്ള കുഞ്ഞിനെ, 5 മാസമുള്ള കുഞ്ഞിനെ, 1 വയസ്സുള്ള കുഞ്ഞിനെ, 5 വയസ്സുള്ള കുഞ്ഞിനെ, 10 വയസ്സുള്ള കുഞ്ഞിനെ, 8 വയസ്സുള്ള കുഞ്ഞിനെ വല്ലതും മനസ്സിലാവോ? അപ്പൊ സ്നാനം പെടുന്നത് എപ്പോ? വിശ്വാസം വന്ന ശേഷം. യേശു സ്നാനപ്പെട്ടപ്പോ 30 വയസ്സ്, അത് യേശുവിൻ്റെത്. സ്വത്രം വിശ്വസിക്കാനുള്ള പ്രായം നമ്മുടെ മക്കൾക്ക് എപ്പോഴാണോ വരുന്നത്, മക്കളെ യേശു കർത്താവാണെന്നും എങ്ങനെ വിശ്വസിക്കണം? ഈ കുഞ്ഞിന് യേശു കർത്താവാണെന്ന് വിശ്വസിക്കാനുള്ള പ്രായമായോ? ഇല്ല. യേശു കർത്താവാണെന്നും പാപം ചെയ്യാതെ ക്രിസ്തുവിൽ ജീവിക്കണമെന്നും ഈ തിരുവചനം ഭക്ഷിക്കണമെന്നും കർത്താവിനെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കണമെന്നും വിഗ്രഹത്തിന്റെ പുറകെ പോകലെന്നും യേശു മാത്രമാണെന്ന് കർത്താവെന്നും തിരിച്ചറിയുന്ന പ്രായത്തിലാണ് സ്നാനം. നമ്മളെടുത്ത സ്നാനം. നിങ്ങൾ പറ, നമ്മളെടുത്ത സ്നാനം. 2, 1 സ്നാനം. പറ, സ്നാനം. നിങ്ങൾ വചനം വായിച്ചില്ലേ? സ്നാനം. വിശ്വാസം. പറഞ്ഞ എല്ലാവരും പറഞ്ഞേ. വിശ്വാസം വന്ന ശേഷം. എപ്പോ സ്നാനം? വിശ്വാസം വന്ന ശേഷം. 2, എന്തിനാണ് സ്നാനം എടുക്കുന്നത്? എന്തിനാണ് സ്നാനം? പള്ളി ചേരാനാണോ? സർട്ടിഫിക്കറ്റിനാണോ? ഇതെല്ലാം ഞാൻ പറയുന്നത്. പരദേശികളാണ് നമ്മളിവിടെ. നമ്മൾ പള്ളി ചേരാനല്ല സ്നാനം, യേശുവിനോട് ചേരാൻ. സ്നാനം ആരോട് ചേരാനാ? പറ. യേശു ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റവരായ നിങ്ങൾ അവനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ആരോട് ചേരാനാണ് സ്നാനം? റോമർ 6 അത് ഞാൻ വായിക്കും. സ്തോത്രം. യേശുവിനോട് ചേരാനാണ്, പള്ളി ചേരാനല്ല, സർട്ടിഫിക്കറ്റിനല്ല, കല്യാണം നടത്തി തരാനല്ല സ്നാനം. അയ്യോ, ആ പള്ളിയിൽ എനിക്ക് കല്യാണം നടത്തണമെങ്കിൽ അടുത്ത ആഴ്ച തിങ്കളാഴ്ച കല്യാണം, ഞായറാഴ്ച സ്നാനം. സ്നാനം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച എനിക്ക് കല്യാണം. പോകുന്നു. രക്ഷ എന്തോ, മാനസാന്തരം എന്തോ, ദൈവവചനം എന്തോ ഒന്നും അറിഞ്ഞൂടാ. സ്നാനപ്പെടുത്തുന്നതാണോ സ്നാനം? ഇല്ല. എൻ്റെ അകത്ത് ദൈവവചനം ഇറങ്ങി പാപം എന്നെ കാർന്നു തിന്നുന്നു. കർത്താവേ, എനിക്ക് രക്ഷപ്പെടണം, അങ്ങനെ ഞാൻ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് എൻ്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എനിക്ക് നല്ലവണ്ണം കുത്തുകൊണ്ടിട്ട് ഞാൻ എൻ്റെ അപ്പനോട് ചേരാൻ, മറ്റാരോട് ചേരാനല്ല, പള്ളി ചേരാനല്ല, സംഘടനയ്ക്ക് ചേരാനല്ല, വോട്ടിടനല്ല, ഇലക്ഷനല്ല, സർട്ടിഫിക്കറ്റിനല്ല, പേരിനല്ല, പ്രശസ്തിക്കല്ല, യേശു ക്രിസ്തുവിനോട് ചേരാൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ മാന്യ ശ്രോതാവേ, താങ്കൾ പള്ളിയിൽ ചേരാനുള്ള സ്ഥാനമായിട്ട് കാണും. താങ്കൾക്ക് ഇവിടെ കിടക്കാൻ നരകത്തിൽ പോകാം, സ്വർഗത്തിൽ പോകാൻ, യേശുവിനോട് ചേരാൻ സ്ഥാനമായിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ അതെവിടെ കിടക്കുന്നു? മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ ആകപ്പെടും. ഇത് ശാലിനി പറഞ്ഞതല്ല. വേദപുസ്തകത്തിൽ മർക്കോസിൽ 16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ ആക്കപ്പെടും. അപ്പൊ വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടണം. നമ്മൾ പറയും, എൻ്റെ പള്ളിയിൽ അതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരുവചനം നടക്കില്ല.
നമ്മളനുസരിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഈ ബൈബിൾ കർത്താവ് കീറി എറിയുകയോ അവിടെ ഉള്ളത് മായ്ച്ചിട്ട് വേറെ ഒന്ന് കർത്താവിന് നമ്മളെ ഇഷ്ടത്തിനുള്ളത് ചേർക്കുകയോ ചെയ്യൂല. നമ്മൾ അംഗീകരിച്ചാലും നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും ഈ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ നീക്കമില്ല. എന്റെ കർത്താവ് ഈ ബൈബിൾ തന്നിരിക്കുന്നത് ശാലിനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നല്ല. കർത്താവ് പറഞ്ഞു, നീ ഇത് മുട്ടുമടക്കി അംഗീകരിച്ച് എന്റെ വചനപ്രകാരം ജീവിച്ചാൽ നിനക്ക് എന്റെ അടുത്ത് ഒന്നിരിക്കാം. ഇത്രയേ ഉള്ളൂ. അല്ല, നിനക്ക് രണ്ട് ഭാഗം തിരഞ്ഞെടുക്കാം. ഇന്നലെ പറഞ്ഞതുപോലെ വിശാല വഴി കൂടെ നിനക്ക് തോന്നും പോലെയൊക്കെ നടന്ന് നിന്റെ ഇഷ്ടത്തിന് ജീവിച്ച് നിന്റെ ഇഷ്ടപ്പെട്ട അടുത്ത് ആ നിത്യ നരകത്തിനകത്ത് പോകാം. താഴോട്ട് എനിക്ക് മനസ്സിലാകും. എന്നാൽ ഈ ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോ നീ ഒന്ന് മാനസാന്തരപ്പെടണം, രണ്ട് സ്നാനപ്പെട്ടേ തീരൂ. മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. സ്വത്രം സ്നാനപ്പെടുന്ന സഭയിൽ ചേരാനല്ല, യേശുവിനോട്. എപ്പോ സ്നാനപ്പെടണം? വിശ്വാസം വന്ന ശേഷം. എത്ര സ്നാനമുണ്ട്? ഒറ്റ സ്നാനം. സ്നാനത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുളി, നിമഞ്ജനം ചെയ്യുക. സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ കുളി. ചിലർ പറയും, എന്റെ പള്ളി ഇത് പറഞ്ഞിട്ടില്ല, സ്വർഗത്തിൽ പോകേണ്ടതില്ല, എന്ത് ചെയ്യും? പോകും. ഹല്ലേലൂയ. നമ്മൾ മുഷ്ടിയുദ്ധം കാണിക്കാതെ, മനുഷ്യനെ നോക്കാതെ, ആരെന്നെ എന്ത് പറയുന്നല്ല, എൻ്റെ അപ്പൻ എന്നോട് എന്ത് പറയും അത് അംഗീകരിക്കാൻ, അതിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ ഞാൻ ഒരുക്കുമെന്ന് പറയുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. വായിച്ചേ, ഇനി നേരത്തെ വായിച്ച സ്നാനത്തെക്കുറിച്ച് വായിച്ചേ. യേശുക്രിസ്തു നടന്ന് യേശുക്രിസ്തു യോർദാനിലേക്ക് വന്നു. വായിച്ചേ. യോഹന്നാനോ അവനെ വിലക്കി. അപ്പൊ നമ്മളെ സഭയിലുള്ള അനേക സഭകളിൽ പറയുന്നത് യേശുക്രിസ്തു വെള്ളത്തിന്റെ അകത്ത് നോക്കിയേ പുനിഷ്ഠിപ്പിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ എത്ര കൊണസ്റ്റൊപ്പിച്ചാലും ദൈവത്തിൻ്റെ മുമ്പിൽ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിൽ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ശ്വാസം പോലും വിടാനുള്ള യോഗ്യത നമുക്കവിടെ കാണൂല. സ്വന്തം നമ്മൾ തിരുവചനത്തെ അതിൻ്റെ രീതിയിൽ ഒരു ഭാഗത്തല്ലെങ്കിൽ മറുഭാഗത്ത് നമ്മൾ ധ്യാനിച്ച് നോക്കണം, അതെന്താണ് അതിൽ കിടക്കുന്നത്. അപ്പോ വായിച്ചേ. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, സകല നീതി നിവർത്തിക്കുന്ന ഉചിതം എന്ന് പറഞ്ഞ അടുത്ത വരി. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റ ഉടനെ യോഹന്നാൻ വെള്ളത്തിനകത്ത് നിന്ന് വരുന്ന എല്ലാവർക്കും സ്നാനം കൊടുത്തോണ്ടിരിക്കുക. ആ വരിയുടെ കൂട്ടത്തിൽ യേശു ആ ക്യൂല് നിന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയമൊക്കെ ഇടിക്കും. ഒരു ക്യൂവാ യോഹന്നാൻ ശാപകന്റെ അടുക്കൽ സ്നാനത്തിന് പോകാൻ. ഓരോരുത്തരായിട്ട് വരും. ആ യോർദാൻ നദിക്കകത്ത് അങ്ങ് ഇറങ്ങി നിൽക്കുക. സ്നാനക്കുളത്തിനകത്ത്, വെള്ളത്തിനകത്ത്, നദിക്കകത്ത് യോഹന്നാൻ സ്നാപകൻ ഇറങ്ങി നിൽക്കുക. വെള്ളത്തിനകത്ത് വരിയായി നിൽക്കുന്നു. ഓരോരുത്തരായിട്ട് ചെല്ലുന്നു. ആ വരിയുടെ ബാക്കിൽ യേശുവും വന്നിങ്ങനെ നിന്നിട്ട് അടുത്ത മുമ്പിൽ നിന്ന ആള് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ യോഹന്നാൻ കാണുകയാണ് യേശുവിനെ. ഗ്ലോറി. യേശു സ്നാനക്കുളത്തിൽ ഇറങ്ങുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, വേണ്ടപ്പാ. ജീസസ്. അപ്പോ യേശു പറഞ്ഞു, വേണ്ട, സകല നീതി നിവർത്തിക്കുന്നത് ഉചിതം. നീതി നിവർത്തിക്കാൻ യേശു ക്രിസ്തു സ്നാനക്കുളത്തിനകത്ത് ഇറങ്ങി സ്നാനമേറ്റു. കര കയറുമ്പോൾ വായിച്ചേ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. എവിടെ നിന്ന് കയറിയെന്ന് ഒന്നുകൂടെ വായിച്ചേ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. എവിടെ നിന്ന് കയറി? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലത്തെ പാത്രത്തിൽ വെച്ച് വെള്ളം ഒഴിക്കണമെങ്കിൽ വെള്ളത്തിനകത്ത് ഇറങ്ങണോ? വെള്ളത്തിനകത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇതിനെ ഒഴിച്ചിട്ട് കഴിഞ്ഞ് കയറ്റിയെന്നാണോ അർത്ഥം? നിങ്ങൾ പറ. എനിക്ക് പ്രസംഗിക്കണം, ഞാൻ പ്രസംഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് അനേകർ പറഞ്ഞു ഒരാഴ്ച നീണ്ടു നിൽക്കണമായിരുന്നെന്ന്. സന്തോഷമുണ്ട് കേട്ടപ്പോൾ. നിങ്ങൾക്ക് ദാഹം തോന്നിയല്ലോ, സന്തോഷമുണ്ട്. ദേശത്തിലെ സഹോദരങ്ങളോട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുമുണ്ട്. പക്ഷെ നമ്മൾ സത്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം പോക്കാം. ഒരു രക്ഷയില്ല. ഇന്ന് വിളിച്ചാലും തീക്കകത്ത് പോയി വീഴും. അതുകൊണ്ടാണ് ഞാൻ നിർത്തി പറയുന്നത്. ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ അവരി. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. എവിടെ നിന്ന് കയറി? ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങിയോ? ഇല്ലേ. പിന്നെ ഇറങ്ങാതെ ഈ വെള്ളം കൊണ്ട് ഒഴിക്കാൻ വേണ്ടി ഇറക്കിയതാണോ? അപ്പൊ നിങ്ങളെടുത്ത സ്നാനം ഏത്? സ്നാനം എടുക്കാത്ത എത്ര പേരുണ്ട്? ഇന്നിവിടെ നിന്ന് പോയ എവിടെ പോകും? പറ. നമ്മൾ മുഷ്ടി യുദ്ധം കാണിച്ചുകൊണ്ടിരുന്ന
നമ്മൾ കുറെ ആൾക്കാരെ പ്രീതിപ്പെടുത്താം. ഞാനോ? നമ്മൾ ഒരു ചുക്കുമല്ല. ഇത് പോയാ ഇവിടെ പോക്ക, ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു ഡ്രസ്സ് ഒന്ന് കുളിപ്പിക്കണമെങ്കിൽ നമുക്കറിയാലോ, അല്ല ഞാൻ പറയണ്ടല്ലോ. ഇതേ ഉള്ളൂ നമ്മൾ, വേറെ ഒന്നുമല്ല. നമ്മൾ അഹങ്കാരങ്ങൾ പൊളിഞ്ഞ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യണം. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾക്ക് ചിലപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ എന്നോട് ചിലപ്പോൾ വെറുപ്പ് തോന്നാം. കുഴപ്പമില്ല, എനിക്ക് താങ്കളോട് സ്നേഹമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയാം, താങ്കൾക്ക് യേശുവിന്റെ അടുത്ത് പോകണമെങ്കിൽ, യേശുവിനോട് ചേരണമെങ്കിൽ, യേശുവിന്റെ വചനത്തിലൂടെ ആ ഇടുക്ക് വഴിയിലൂടെ പോകണമെങ്കിൽ സ്നാനം കൂടിയേ തീരൂ. സ്നാനപ്പെടാതെ ഒരു വ്യക്തിക്ക് ഇടുക്ക് വഴിയിലൂടെ പോകാൻ പറ്റത്തില്ല. സ്നാനപ്പെട്ടേ തീരൂ. അടുത്ത വരി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. തന്റെ മേൽ വരുന്നത്, ഓ, യേശുവിന്റെ മേൽ വരുന്നത് കണ്ടു. അടുത്ത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇനിയും വേണമെങ്കിൽ ലൂക്കോസ് സുവിശേഷത്തിനകത്ത് തെളിവുണ്ട്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 21-22 വാക്യം വായിക്കുമ്പോൾ ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, നിങ്ങൾ ചോദിക്കും സിസ്റ്ററെ, തെളിവ് വേറെ ഇല്ലയോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ 26-ാം വാക്യം മുതൽ 40-ാം വാക്യം വരെ അങ്ങോട്ട് വായിക്കുമ്പോൾ ടക്കര വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 26, എല്ലാവരും വേദപുസ്തകം തുറന്നേ പറ്റൂ. 8-ാം അധ്യായം 26-ാം വാക്യം മുതൽ അതിന്റെ അങ്ങോട്ട് വായിച്ചേ. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്നുള്ള ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഷണ്ടനെ സ്നേഹിച്ച ദൈവം ഫിലിപ്പോസിനെ അവിടെ അങ്ങോട്ട് അയച്ചു. ഇനി കൊടങ്ങാവളെ സ്നേഹിക്കുന്ന ദൈവമാണ് ഈ കൺവെൻഷൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ജനത്തെ ദൈവം സ്നേഹിക്കുന്നു, ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? ഈ വചനം വെളിപ്പെടുത്താൻ ഈ കൺവെൻഷൻ ദൈവം ക്രമീകരിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ട് ഈ കൺവെൻഷൻ ഇവിടെ വന്നു? ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. തീക്കകത്ത് വീഴാതെ ഒരു കൂട്ടം പേർ രക്ഷിക്കപ്പെടാൻ, മനസ്സാന്തരപ്പെടാൻ, സ്നാനപ്പെടാൻ, അഭിഷേകം പ്രാപിക്കാൻ, ജീവന്റെ പുസ്തകത്തിൽ പേര് വരാൻ യേശു ഈ ദേശത്തെ സ്നേഹിക്കുന്നു. നീ അംഗീകരിച്ചാലും നീ തള്ളിക്കളഞ്ഞാലും സ്നേഹിക്കുന്ന ജനം മുട്ടുമടക്കും, സ്നാനപ്പെടും, യേശുവിനോട് ചേരും. കണ്ടോ? ഷണ്ടനെ തേടി ഫിലിപ്പോസിനെ ദൈവം അയച്ചു. ഷണ്ടൻ വചനം വായിച്ചു, പൊരുളറിഞ്ഞുകൂടാ. ഇന്ന് ഇതിനകത്ത് അങ്ങനെ തന്നെ ഈ വേദപുസ്തകം 500 പ്രാവശ്യം വായിച്ചവരുണ്ട്. സ്നാനപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇല്ല. വേദപുസ്തകം 500 പ്രാവശ്യം വായിച്ച് തീർത്തവരുണ്ട്. സ്നാനപ്പെട്ടെന്ന് വെച്ചാൽ അവർ സ്നാനം കണ്ടിട്ടേ ഇല്ല. ആൾക്കാർ ചോദിക്കുന്നത് അതെപ്പോ ഇറങ്ങി, എപ്പോ കേറി, എവിടെ കിടക്കുന്നു? ഉണ്ട്, പക്ഷേ പല പള്ളിയിലും ഇത് പറയില്ല, പലരും പ്രസംഗിക്കൂല. കാരണം അവർക്കൊരു ചാർട്ടുണ്ട്. ആ ചാർട്ടേ പറയാൻ അവർക്ക് അധികാരമുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ജോലി പോയി. സ്വത്രം ഞങ്ങളെ പോലുള്ളവർക്ക് ശമ്പളമൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് വേറെ പൊളിച്ചു വിട്ടാലും തള്ളിവിടാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടും ഏത് കവലയിലും ഏത് തെരുവിലും ഏത് വീട്ടിലും പോകാൻ ദൈവം ഞങ്ങൾ അയക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ലജ്ജയില്ല. ഒരാളെങ്കിലും സ്വർഗത്തിലെത്തിയാൽ, ഒരാളെങ്കിലും ജീവന്റെ പുസ്തകത്തിൽ പേര് വന്നാൽ അതിൽ പരം ഭാഗ്യം എനിക്ക് കിട്ടാവുന്നില്ല. ജീസസ്, ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. തേരോട് ചേർന്ന് നടന്നു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. അടുത്ത്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അടുത്ത്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ. അയ്യോ, ഷണ്ടൻ ഇത്രയും പ്രാവശ്യം ബൈബിള് വായിച്ചിട്ടും എന്തറിഞ്ഞൂടാ? നമ്മൾ വായിക്കും പോലെ തന്നെ, ശരിയല്ലേ? ഏതെങ്കിലും വായിച്ചിട്ട് അയ്യോ എന്തോ വായിച്ചോ ഒന്നും. ബൈബിള് വായിച്ചു. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലൊക്കെ പറയും വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. 6 അധ്യായം വായിച്ചു,
എന്തോ വായിച്ചു തീർന്നു, സംഭവം കഴിഞ്ഞു. കണ്ടോ, ഇത് തന്നെയാണ് ഷണ്ടൻ ചെയ്തത്. വായിച്ചു ഒന്നും അറിഞ്ഞുകൂടാ. അടുത്ത വരി. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. അടുത്ത വരി. ഫിലിപ്പോസ് കയറി. ശ്രദ്ധിക്കുന്നുണ്ടോ എന്റെ വചനം? യേശുപ്പച്ചന്റെ വചനം ശ്രദ്ധിക്കുന്നുണ്ടോ? ഫിലിപ്പോസ് തേരിൽ കയറി. അടുത്ത് തന്നോട് കൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്രിക്കുന്നവന്റെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അടുത്ത വരി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ രണ്ടുപേരും ഇപ്പൊ എങ്ങനെ പോവുകയാ? എങ്ങനെ പോവുകയാ? തേരിലിരുന്ന് പോവുകയാണ്. പോകുമ്പോൾ അടുത്ത വരി. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ. എവിടെ എത്തി? ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ആ തേരിനകത്തുണ്ടായിരുന്നു, എടുക്കാമായിരുന്നു. ഇല്ല, എടുത്തില്ല. വെള്ളമുള്ള സ്ഥലം എത്തി. അടുത്ത് സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം. എന്തോന്ന് പറഞ്ഞു? ആരാ പറഞ്ഞത്? ഫിലിപ്പോസ് അല്ല പറഞ്ഞത്. പിന്നെ ആര്? ദൈവദാസൻ ഫിലിപ്പോസാണ്. ഷണ്ണനൊന്നും അറിയത്തില്ല. പക്ഷെ സുവിശേഷം കേട്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഷണ്ണൻ പറഞ്ഞു, ദോ കിടക്കുന്നു വെള്ളം. അടുത്ത വരി. ഇതാ വെള്ളം. ശ്രദ്ധിച്ചേ, വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ സ്നാനം സത്യസ്നാനമാണെങ്കിൽ ഈ ഫിലിപ്പോസിന് മാത്രം ഇറങ്ങി വെള്ളം കോരിക്കൊണ്ട് തേരിനകത്ത് കയറി സ്നാനപ്പെടുത്തിക്കൂടെ? നിങ്ങൾ പറ. നിങ്ങൾ ഞാനിനെ പോലെ ശ്രദ്ധിക്കുന്നവരല്ലേ? ഒന്ന് പറഞ്ഞേ. ഈ ഫിലിപ്പോസ് ഷണ്ണൻ വെള്ളത്തിനകത്ത് ഇറങ്ങേണ്ട കാര്യമുണ്ടോ? ഇറങ്ങണമായിരുന്നോ? വേണ്ടായിരുന്നു. ഫിലിപ്പോസ് എന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് തേരിനകത്ത് വെച്ച് സ്നാനപ്പെടുത്തിക്കൂടായിരുന്നോ? എന്താ ചെയ്യാത്തേ? മക്കളെ, നീ ഏത് രാജാവായാലും ഷണ്ണനായാലും നീ കൊട്ടാരത്തിലെ ഏറ്റവും മുകളിലത്തെ ഉദ്യോഗസ്ഥനായിരുന്നാലും നീ ലോകം മുഴുവൻ നിന്റെ സമ്പത്തെങ്കിലും നീ സ്നാനക്കുളത്തിനകത്ത് ഇറങ്ങി വെള്ളത്തിനകത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവദാസന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടേ തീരൂ. ഇത് ദൈവത്തിന്റെ ബൈബിളിലെ വ്യവസ്ഥ. സ്വത്രം നിനക്ക് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബൈബിളിലെ വ്യവസ്ഥ കീറിക്കളയൂല ദൈവം. നീ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ വചനത്തിന് മാറ്റവുമില്ല. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അടുത്ത വരി. അതിന് ഫിലിപ്പോസ് ഉടനെ ഫിലിപ്പോസ് ദൈവദാസൻ പറഞ്ഞിട്ടല്ല സ്നാനപ്പെടുന്നത്, ഇയാൾ പറഞ്ഞിട്ടാ. അടുത്ത നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞ ദൈവദാസൻ പാസ്റ്റർ പറഞ്ഞ വരി, നീ പൂർണ്ണമായിട്ട് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി യേശു മരിച്ചെന്നും ഞാൻ യേശുവിനോട് കൂടെ ചേരാനാണെന്നും ഇനി ഞാനൊരു പുതിയ ആളാണെന്നും ഇനിയുള്ള ജീവിതം യേശുവിന് വേണ്ടിയാണെന്നും നീ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ സ്നാനം തരാം. വായിച്ചേ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. അടുത്ത വരി. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഇപ്പൊ നോക്കിയേ വചനം. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന ആര് പറഞ്ഞു? ഷണ്ടൻ പറഞ്ഞു. 3 മാസമുള്ള കൊച്ചു പിള്ളേനെ ഞാൻ കൊണ്ടുപോയാ ആ പിള്ള ആ ദൈവദാസനോട് ഇത് പറയുമോ? നിങ്ങൾ പറയുമോ? പിന്നെ എങ്ങനെ ആ പിള്ളക്ക് സ്നാനം കൊടുക്കും? ബൈബിൾ അങ്ങനെ ഒരു വരി പോലും ഇല്ല. ഈ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുഞ്ഞിങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മളോട് ചോദിക്കും, അതെ ഞാൻ കുഞ്ഞിനെ അങ്ങനെ വളർത്താം. കുഞ്ഞല്ല പറഞ്ഞത്, അമ്മയെ പറഞ്ഞത്. കുഞ്ഞ് വലുതാവുമ്പോ സ്നാനം. കാരണം അവൻ അറിയാമെങ്കിലല്ലേ എന്താണെന്ന്. അവിശ്വാസം. രണ്ടുപേരും തേരിന്നിറങ്ങി. അടുത്ത വരി. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. രണ്ടുപേരും കൂടെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. രണ്ടുപേരും കൂടെ അല്ല, ആ മനുഷ്യൻ ഷണ്ടൻ. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. എവിടെ ഇറങ്ങിയെന്ന് പറ. ഒരാൾ ഇറങ്ങിയെന്ന്, രണ്ടുപേരും ഇറങ്ങിയെന്ന? ഇരുവരും വെള്ളത്തിൽ ഇറങ്ങിയില്ലേ? വിമർശിച്ചു, ഒരുപാട് കളിയാക്കി, ഒരുപാട് തള്ളി പറഞ്ഞപ്പോ അപ്പറെ ഞാൻ കരയിപ്പിച്ചു. യേശുവിനോട് ചേരാൻ എന്റെ ബന്ധുക്കൾ, നാട്ടുകാർ പലരും സ്നാനക്കുളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് വരുമ്പോൾ നീ തുള്ളാൻ പോകുന്നോ, നീ മുങ്ങിയോ എന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. യേശു ഈ പാവം അവിടെ കൊണ്ടുവയ്ക്കും. അപ്പാ
എന്നോട് ക്ഷമിക്കണമേ എന്ന് മുട്ടുമടക്കാമെങ്കിൽ ആ പാപത്തെ ക്ഷമിക്കുന്ന രക്തം ഇന്ന് ഒഴുകും. സ്തോത്രം, ഹല്ലേലൂയ. വചനം കേട്ട് മുട്ടുമടക്കിയാൽ ഏത് പാപിക്കും വിടുതലുണ്ട്. എന്തുകൊണ്ട്? എബ്രായർ 4:15 പറയുന്നു, ആകാശത്തു കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ പാപമൊഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ള മഹാപുരോഹിതൻ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമ്മൾ ഓരോരുത്തരും കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. ഇപ്പൊ യേശു ഇരിക്കുന്ന എവിടെയാ? കൃപാസനത്തിലാ. ആരോടിച്ചെന്നപ്പാ? ഞാൻ എല്ലാവരും കുറ്റം പറഞ്ഞപ്പാ, എല്ലാ ദൈവവാലക്കാരോടും പറഞ്ഞപ്പാ, ദൈവമേ എന്നോട് ക്ഷമിക്കണേ അപ്പാ, എനിക്ക് സ്നാനപ്പെടണപ്പാ, എനിക്ക് എൻ്റെ അപ്പനെ വേണം. എനിക്ക് ഈ ഭൂമിയിൽ ഇന്ന് വരെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് സ്നാനപ്പെടാതെ പള്ളിയിൽ പോയി എല്ലാം ചെയ്തു, അവിടെ എനിക്ക് ഉപദേശം കിട്ടിയില്ല. പക്ഷെ ഈ കൺവെൻഷൻ എനിക്ക് വേണ്ടിയാണ് ദൈവം തന്നത്. ഞാൻ മുട്ടുമടക്കുന്നു അപ്പാ, എനിക്ക് എൻ്റെ യേശുവിന് ഇനിയുള്ള കാലം എനിക്ക് ആരെയും നോക്കണ്ട. എൻ്റെ വീട്ടിനകത്തുള്ള എത്ര പേര് രക്ഷിക്കപ്പെടുന്നത് എനിക്ക് വിഷയമല്ല. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കൂട്ടുകാർ, എന്നെ ആരും എന്ത് പറയും എന്നെനിക്ക് വിഷയമല്ല. കർത്താവ് ഇന്ന് എന്നെ വിളിച്ചാൽ ഞാൻ നരകത്തിക്കകത്തേ പോകൂ. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണം. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിനക്ക് മുട്ടുമടക്കാമെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇരുവരും സ്നാനക്കുളത്തിൽ ഇറങ്ങി. ടക്കനെ വായിച്ച് നിർത്തിക്ക്. റോമർ 6 വായിച്ച് നമ്മൾ നേരത്തെ വായിച്ചു തുടങ്ങി വചനത്തിലേക്ക് പോകും. ടക്കനെ നിർത്തും. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. രണ്ടുപേരും കൂടെ സ്നാനക്കുളത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കരകയറി പാവ ഷണ്ണൻ ഭയങ്കര ആനന്ദം, ഇന്ന് വരെയില്ലാത്ത സന്തോഷം. സ്നാനപ്പെട്ടപ്പോൾ അയാൾ എത്ര കോടി കിട്ടിയിട്ടായിരിക്കും സന്തോഷമില്ല. സ്നാനക്കുളത്തിലിറങ്ങി കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചപ്പോൾ കിട്ടിയ സമാധാനം ലോകം കൊടുക്കാത്ത, കുടുംബജീവിതത്തിൽ കിട്ടാത്ത സമാധാനം, പള്ളിയിൽ പോയപ്പോൾ കിട്ടാത്ത സമാധാനം, ദേശത്ത് പോയപ്പോൾ കിട്ടാത്ത സമാധാനം, പേര് പ്രശസ്തിയിലൂടെ കിട്ടാത്ത സമാധാനം യേശുവിനോട് കൂടെ ചേർന്നപ്പോൾ ഷണ്ണന് കിട്ടി. ഷണ്ണൻ ചാടിക്കയറി പാവപ്പെട്ട കർത്താവിൻ്റെ ദാസനെ നോക്കി അയാളെ കാണാനില്ല. മാഞ്ഞു പോകും പോലെ പോയി. ആരെടുത്തോണ്ട് പോയി? ആത്മാവ് അയാളെ. ടക്കനെ വായിച്ച് യോബിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നു. ടക്കനെ കറക്റ്റ് സമയത്ത് വായിച്ചേ. 6:1 മുതൽ എല്ലാവരും എടുത്ത് ടക്കനെ വായിച്ച് നിർത്തും. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. സ്നാനം എന്തിന്? റോമർ 6 യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. 2 മരണത്തിൽ പങ്കാളിയാണെന്ന് സ്നാനം, പള്ളി ചേരാനല്ല. 1 യേശുവിനോട് ചേരാൻ, 2 യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകാനാണ് സ്നാനം. സ്നാനപ്പെട്ടിട്ടുണ്ടോ? സ്തോത്രം. ഇല്ലെങ്കിൽ കുഴപ്പമാണ്. അടുത്ത് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. എന്തിനാണ് സ്നാനപ്പെടുന്നത്? യേശുവിനോട് ചേരാൻ, മരണത്തിൽ പങ്കാളിയാകുവാൻ. ഞാൻ സ്നാനപ്പെട്ട് വെള്ളത്തിനകത്ത് കരകയറുമ്പോൾ ഒരു പുതിയ ആളാണ്. അതാണ് ഷണ്ണന് സന്തോഷം വന്നത്. പുതിയ ക്രിസ്തുവിനെ ധരിച്ച് പിന്നെയുള്ള ജീവിതം. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ കരടിച്ച്. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി യേശുവേ. ഹല്ലേലൂയ. സ്നാനപ്പെട്ട ശേഷം ആ സ്നാനപ്പെട്ട പൈതൽ പുതിയൊരാളായി. അയാൾക്ക് കിട്ടുന്ന സന്തോഷം വേറെയാ. ലോകത്തിലൊരിടവും കിട്ടാത്ത സമാധാനം എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്കറിയാം. ലോകത്തിലൊരിടവും എനിക്ക് അങ്ങനെ സ്നേഹം കിട്ടിയിട്ടില്ല. ആ സമാധാനം കിട്ടിയ സ്നാനപ്പെട്ടപ്പോഴാണ്, ആ സന്തോഷം കിട്ടിയ സ്നാനപ്പെട്ടതാണ്. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ സമാധാനം പ്രാപിക്കാത്തവര്, ആ സന്തോഷം പ്രാപിക്കാത്തവര് തിരിഞ്ഞും പിരിഞ്ഞും നോക്കല്ലേ. നിങ്ങളിരിക്കുന്ന പള്ളിയിൽ ആര് സ്നാനപ്പെട്ട് പെടാതിരിക്കട്ടെ, സ്നാനത്തിനെതിരായിട്ട് പ്രസംഗിക്കട്ടെ, കുഴപ്പമില്ല. അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. നമ്മൾ തിരുവചനം കേട്ടു, തിരുവചന പ്രകാരം മുട്ടുമടക്കണം. അപ്പോൾ
രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. അടുത്ത അപ്പോസ്തല പ്രവൃത്തി പറയുന്നു സ്നാനപ്പെട്ടു. അടുത്ത് എന്ത് ചെയ്യണം എന്ന് പറയുന്നു? പരിശുദ്ധി ആത്മാവിനെ പ്രാപിച്ച് അപ്പോസ്തലിക ഉപദേശം അനുസരിച്ച്. എന്തോന്നനുസരിക്കണം? വചനം അനുസരിച്ച്. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ ലേഖന വേദഭാഗങ്ങൾ പ്രസംഗിക്കുന്ന പള്ളി, സത്യവചനം പ്രസംഗിക്കുന്ന പള്ളി പോയി മുഴുവൻ സ്നാനപ്പെട്ടവരോട് കൂടെ കർത്തൃമേശയെടുത്ത് അവരോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് അന്ത്യം വരെ കർത്താവിനായി ജീവിക്കണം. ഇതാണ് എന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ഈ വചനത്തെ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ മതി, സമയമില്ല. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് ഷാനി സിസ്റ്റർ കൈ നിന്നിട്ട് പറഞ്ഞില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നിങ്ങൾ തീർത്തി വീട്ടിൽ പോയി 10 പ്രാവശ്യം വായിക്കണം. അതിനകത്തുണ്ട് എന്താണ് സഭ, സഭയ്ക്കകത്ത് എങ്ങനെ ആയിരിക്കണം, എന്താണ് അടിസ്ഥാന ഉപദേശം, എന്താണ് വചനം. ഈ വചനം എൻ്റെ അകത്തില്ലെങ്കിൽ എനിക്ക് തന്നെ ഞാനൊരു പ്രമാണം ഉണ്ടാക്കി അത് ചെയ്യുമ്പോൾ എൻ്റെ ദൈവം പറയും, ഈ പുസ്തകം വെച്ച് അവിടെ ന്യായം വിധിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവെ ഞാൻ സഭയിൽ പോയി, ഞാൻ കാണിക്കൊടുത്തു, ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ കർത്താവ് ചോദിക്കും, ഈ പുസ്തകം തുറന്നിട്ട് ഈ സ്നാനമാണോ നീ പെട്ടെ? അല്ല, പോ എന്ന് പറയും. എന്ത് പറയും? പൊക്കോന്ന് പറയും. ഈ വചനം നീ എന്താ അറിഞ്ഞിട്ടും സ്നാനം എടുക്കാത്ത ചോദിച്ചാൽ എന്ത് പറയും? അതുകൊണ്ട് തള്ളിക്കളയല്ലേ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഇയ്യോബിന്റെ പുസ്തകമേ, ഹല്ലേലൂയ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ, അതിൽ ആയുസ്സു നിമിഷങ്ങളല്ലയോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ, സിംഹാസനത്തിനായി ദാഹിച്ചലയും, സിംഹാസനത്തിനായി ദാഹിച്ചലയും മനുഷ്യ നീ അത് ഓർക്കുന്നില്ലേ, മനുഷ്യ നീ അത് ഓർക്കുന്നില്ലേ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ, അതിൻ ആയുസ്സു നിമിഷങ്ങളല്ലയോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഈ ഭൂമിയിൽ ഒരു ജനനമുണ്ടോ, ഒരു മരണവുമുണ്ട്. സ്വത്രം പകൽ യാഥാർത്ഥ്യമെങ്കിൽ, രാത്രി യാഥാർത്ഥ്യമെങ്കിൽ, ജനിച്ചാൽ ഒരു മരണം യാഥാർത്ഥ്യമെങ്കിൽ നിത്യതയും നിത്യനരകവും യാഥാർത്ഥ്യമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ഇത് ചിന്തിച്ചിട്ടുണ്ടോ? താങ്കൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്വത്രം പകൽ യാഥാർത്ഥ്യമെങ്കിൽ, രാത്രി യാഥാർത്ഥ്യമെങ്കിൽ, സ്വത്രം ജനിച്ചാൽ ഒരു മരണം യാഥാർത്ഥ്യമെങ്കിൽ നിത്യതയും നിത്യ നരകവും യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനങ്ങൾ 90-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വായിച്ചേ സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായം 12-ാം വാക്യം വായിച്ചേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ, ഞങ്ങളെ ഉപദേശിക്കണമേ. കണ്ടോ, നാളുകളെ എണ്ണണം, ഓരോരുത്തർ നാളുകൾ എണ്ണണം. ഇപ്പൊ തന്നെ നമ്മുടെയൊക്കെ ഏജ് എവിടം വരെ എത്തി നോക്കണം. സങ്കീർത്തന പുസ്തകം സ്വത്രം വായിക്കുമ്പോൾ അതിന്റെ 90-ന്റെ 10-ാം വാക്യം വായിക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-3 വാക്യം വായിക്കുമ്പോൾ ഉൽപ്പത്തി 6-ന്റെ 2-3 പറയുന്നു, മനുഷ്യൻ ജഡം തന്നെയല്ലയോ, അവന്റെ ദൈവത്തിന്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയല്ല, അതുകൊണ്ട് ഞാൻ അവന്റെ ആയുസ് 120 ആക്കിയിരിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ ഇതാ പറയുന്നു, 90-ന്റെ 10-ൽ പറയുന്നു, മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരമല്ലയോ, അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത് വേഗം തീർന്നു പോകും, നമ്മൾ പറന്നു പോവുകയും ചെയ്യും. സ്തോത്രം. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ 100 110 എല്ലാവരും യേശുവിന്റെ വരവ് താമസമെങ്കിൽ 110 വയസ്സ് വരെ ആരോഗ്യത്തോടെ ബലത്തോടെ ജീവിക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഒരു അസുഖങ്ങളില്ലാതെ ദൈവം കരുതട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. യേശു വരുമ്പോൾ നമ്മൾ എല്ലാവരും കയറി പോയിക്കൊള്ളണം. ഇന്ന് രാത്രി സ്തോത്രം വചനം അകത്തിറങ്ങട്ടെ, ആഴത്തിനകത്തിറങ്ങട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിനകത്തിറങ്ങട്ടെ. നാളുകളെ എണ്ണാൻ പഠിക്കണം. അപ്പച്ചാ, എന്റെ നാൾ ഇത്രയായി, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞാൻ മനസ്സാന്തരപ്പെട്ടിട്ടില്ല, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. ഇന്ന് വയസ്സ് പ്രായ ഭേദമില്ല, എല്ലാവരും ഒരു ക്യൂവിലാണ്, എല്ലാവരും ഒരു ക്യൂവിലാണ്. ഓ സ്തോത്രം. ഞാൻ പറയാ, ചിലർ പറയും ഒരു 50 വീട് സാധുക്കൾക്ക് വെച്ചു കൊടുത്താൽ സ്വർഗത്തിൽ പോകൂല. സ്തോത്രം. ചിലർ പറയും ഒരു 500 പേർക്ക് ഡെയിലി ആഹാരം സംഭാവന ചെയ്താൽ സ്വർഗത്തിൽ പോകത്തില്ല. എന്താ പോകത്തെ? സ്തോത്രം. യേശുവിലൂടെ അല്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അല്ലാതെ ആഹാരം കൊടുക്കുന്നുണ്ടല്ലോ സ്വർഗത്തിൽ പോകുന്നത്. അത് വേറെ, ഇത് വേറെ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിയും സ്വർഗത്തിൽ പോകത്തില്ല. 5000 പേർക്ക് സാധുക്കൾക്ക് വീട് വെച്ചു കൊടുത്തു, നല്ല കാര്യം.
ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുന്ന ഏറ്റവും നല്ലതാ. പക്ഷെ വീട് വെച്ച് കൊടുത്തു എന്ന് കരുതി സ്വർഗത്തിൽ പോകത്തില്ല. പള്ളിക്കുള്ള വസ്തു കൊടുത്തു, പള്ളി വെക്കാൻ 2 കോടി കൊടുത്തു, സ്വർഗത്തിൽ പോകത്തില്ല. കാരണം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലിന് മാത്രമേ സ്വർഗമുള്ളൂ, യേശുവുള്ളൂ. അയ്യോ, ഞാൻ 5 പള്ളി വെച്ചു കൊടുത്തു, നല്ലതാ, നല്ല കാര്യമാ. സാധുക്കളായ 500 പേർക്ക് വിവാഹം നടത്തി കൊടുത്തു, നല്ല കാര്യമാ. പക്ഷെ ഈ ചെയ്ത പ്രവർത്തികൾ സ്വർഗത്തിൽ പോകാനുള്ള ഒരു മാനദണ്ഡമല്ല. സ്വർഗത്തിൽ പോകാൻ ഏക വഴി യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. അപ്പോ സ്തോത്രം, ജനിച്ചിട്ടുണ്ടോ ഒരു മരണമുണ്ട്, പാവിക്കും മരണമുണ്ട്, വിശുദ്ധനും മരണമുണ്ട്, ബർബറിനും ശകരനും ദാസനും സ്വതന്ത്രനും ആണിനും പെണ്ണിനും വയസ്സ് പ്രായ ഭേദമില്ല. നമുക്കറിയാം ഇന്നത്തെ കാലം വയസ്സില്ല, പ്രായമില്ല, ഭേദമില്ല. ജനിച്ചിട്ടുണ്ടോ ഒരു ദിവസം കീഴടങ്ങിയേ തീരൂ. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, നമ്മളെല്ലാവരും ഒരു മരണത്തിന്റെ ക്യൂലാണ്. നമ്മൾക്ക് സമയമാകുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള് പോകുന്നതും നമ്മൾ അടുത്ത് പോകേണ്ടവരാണ്. ഇത്രേ ഉള്ളൂ. ഈ ശരീരത്തിലിരിക്കുന്ന ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ആളില്ല, ഇത്രേ ഉള്ളൂ. എന്നാൽ സ്വത്രം നിങ്ങൾ ചോദിക്കും, അങ്ങനെയെങ്കിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിക്കും. എന്നാൽ സങ്കീർത്തനം 116 പറയുന്നു, തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. 116 സങ്കീർത്തനം അതിന്റെ 15 വാക്യം ടക്കനെ വായിച്ച്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ മതി, തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ ഒരു മരണമുണ്ട്, പക്ഷേ പാപിക്കും മരണമുണ്ട്, ധനവാനും മരണമുണ്ട്. എല്ലാവർക്കും ഈ ഭൂമി വിട്ട് പോയേ തീരൂ. പ്രാർത്ഥിക്കുന്ന ആളിനുമുണ്ട്, സ്നാനപ്പെട്ട ആളിനുമുണ്ട്, രക്ഷിക്കപ്പെട്ട ആളിനുമുണ്ട്. ഇതൊന്നും മാറി നിൽക്കുന്നതല്ല, ഇതിലൂടെ പോയേ തീരൂ. പക്ഷേ പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. നമ്മൾ പഴയ നിയമത്തിനകത്ത് മോശയെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിന് ധ്യാനിക്കുമ്പോൾ മോശയ്ക്ക് മരണത്തിനുള്ള സമയമെടുത്തു. ദൈവം ആവർത്തന പുസ്തകം അവസാന അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. മോശയ്ക്ക് മരണ സമയം എടുക്കുമ്പോൾ ദൈവം പറഞ്ഞു, മോശെ ഇന്ന സ്ഥലത്ത് വരിക. പർവ്വതത്തിന്റെ മുകളിൽ മോശ പോയി. ദൈവം പറഞ്ഞ സ്ഥലത്ത് തന്നെ പോയി സ്തോത്രം, കയറി കിടന്നു, താൻ മരിച്ചു. ദൈവം എന്താണോ ഏൽപ്പിച്ച ആ ഡ്യൂട്ടി നിറവേറ്റി താൻ മരിച്ചു. മോശയെ അടക്കം ചെയ്ത് ദൈവമായിരുന്നു. ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. മോശയുടെ അടക്ക ശുശ്രൂഷ ചെയ്തത് സ്വർഗത്തിലെ ദൈവമായിരുന്നു. വീണ്ടും പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ സ്റ്റെഫാനോസ് എന്ന ഭക്തൻ, സ്റ്റെഫാനോസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ നിയമത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്റ്റെഫാനോസിനെ അറിയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം 7 പേരിൽ തിരഞ്ഞെടുത്ത ഒരുവനാണ് സ്റ്റെഫാനോസ്. സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ശൗല് തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നു. ശൗല് ആണ് സ്റ്റെഫാനോസിന്റെ വസ്ത്രം സൂക്ഷിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ നമുക്ക് വേദപുസ്തകത്തിനകത്തുണ്ട്. അപ്പോ സ്റ്റെഫാനോസിനെ യേശുവിന്റെ സുവിശേഷം അറിയിച്ച നിമിത്തം സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു. എല്ലാവരും കല്ലെറിയുമ്പോൾ സ്റ്റെഫാനോസ് കണ്ടത് വേറൊന്നുമല്ല, കല്ലെറിഞ്ഞവനെയല്ല സ്റ്റെഫാനോസ് കണ്ടത്, തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. സ്റ്റെഫാനോസ് എന്ന ഭക്തൻ കല്ലെറിഞ്ഞവനെയല്ല കണ്ടത്, ശരീരത്തിലൂടെ ഒഴുകിയ ചോരയല്ല കണ്ടത്, ശരീരത്തിന്റെ മുറിവല്ല കണ്ടത്, വീണ പാടല്ല കണ്ടത്. അയാൾ നോക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു. സ്തോത്രം, പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനാകുന്ന യേശു നിൽക്കുന്ന സ്റ്റെഫാനോസ് കണ്ടു. ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. സ്തോത്രം, കല്ലെറിയുമ്പോൾ സ്റ്റെഫാനോസിന്റെ മുഖം ഒരു ദൂതന്റെ മുഖം പോലെ തിളങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. അതിനുശേഷം സ്റ്റെഫാനോസ് വിളിച്ചു പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനാകുന്ന യേശു നിൽക്കുന്നത് കാണുന്നേ എന്ന് പറയുമ്പോൾ ജനം ഒരുപാട് കല്ലെറിഞ്ഞു. കണ്ടോ, ഭക്തന്റെ മരണത്തിൽ സ്വർഗത്തിലെ ഡോർ അങ്ങ് തുറന്നു. ഇന്ന് രാത്രി പൈതലേ, ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഡോർ തുറന്നു. പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനാകുന്ന യേശുവിനെ ആര് കണ്ടു? സ്റ്റെഫാനോസ് കണ്ടു. എല്ലാവരും കൂടെ കല്ലെറിഞ്ഞു കൊന്നു. സ്റ്റെഫാനോസ് പറഞ്ഞു, എന്റെ ആത്മാവിനെ കർത്താവിന്റെ കരങ്ങൾ കൊടുത്തു. അപ്പ ഇവരുടെ പാപം നിൽക്കരുത്. സ്റ്റെഫാനോസ് നേരെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. അനേകർ പറയാറുണ്ട്, ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ പക്ഷിയായി മൃഗങ്ങളായി മാറും, ഇഴജാതികളായി മാറും, കാക്കയായി മാറും, ഇതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്ന സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, 12-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. സഭാപ്രസംഗി പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അപ്പോ
കർത്താവ് പറയുന്നു, ഇവിടെ ഒരാൾ കണ്ണടച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് കണ്ണ് തുറക്കും. 2 സ്ഥലമുണ്ട്. ഒന്ന്, കർത്താവിന്റെ മക്കൾ കണ്ണ് തുറക്കുന്ന യേശു ഇരിക്കുന്ന സ്ഥലം, അവിടെയാണ് കർത്താവിന്റെ മക്കൾ കണ്ണ് തുറക്കുന്നത്. 2, സ്വത്രം സാത്താന്റെ പാതാളമെന്ന യാതനാ സ്ഥലത്ത് കണ്ണു തുറക്കും. 2 സ്ഥലം ഉണ്ട്. നമ്മളൊക്കെ വിചാരിക്കും ഇവിടെ കണ്ണടച്ചാൽ അതോടെ തീർന്നു. അനേകർ പറയാറുണ്ട്, ഇവിടുത്തെ കഷ്ടം തീർന്നല്ലോ, ഇവിടുത്തെ ദുഃഖം തീർന്നല്ലോ, ഇനി ഒന്നും കാണണ്ട, ഇനി ഒന്നും അറിയണ്ട. ഞാൻ പറയാം, അറിയേണ്ടതെല്ലാം അറിയുന്നതിന് ശേഷമാണ്. ഇവിടുത്തെ കഷ്ടമല്ല പിന്നെ, ഇവിടുത്തെ ദുഃഖമല്ല പിന്നെ, ഇവിടുത്തെ ഈ ചൂടല്ല, ഇവിടുത്തെ തീയല്ല പിന്നെന്ന് പറഞ്ഞാൽ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ ജീവിതം 90, 100, 110 വയസ്സെങ്കിൽ അവിടെ യുഗായുഗോ ഒരിക്കലും അവസാനിക്കയില്ല. അതുകൊണ്ട് ഈ ആരോഗ്യമുള്ളപ്പോൾ, ആയുസ്സുള്ളപ്പോൾ, ഈ ഭൂമിയിലുള്ളപ്പോൾ, തിരുവചനം കേൾക്കുമ്പോൾ ഇത് തിരഞ്ഞെടുത്തു കൊള്ളണം. സ്തോത്രം. ഇവിടെ കിടന്ന് അലയുന്നതല്ല. പിന്നെയോ ദൈവം വിളിക്കും, ദൈവത്തിന്റെ അടുത്ത് എത്തും, അത് പോകേണ്ട സ്ഥലത്ത് പോകും, ഇവിടെ അലയത്തില്ല. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം അതിന്റെ 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 19 മുതൽ 31 വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു അവിടെ പറഞ്ഞിട്ടുണ്ട്, ധനവാന്റെയും ലാസറിന്റെയും ഒരു കാര്യം വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ധനവാനും ലാസറും രണ്ടുപേരും, സ്തോത്രം, രണ്ടുപേരുടെ മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം മുതൽ ടക്കനെ വായിച്ചാട്ടെ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കിൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാന് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. മതി. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയരെ, അതിന്റെ താഴോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തെ. സമയവും പോരാ, നിർത്താനും സമയമായിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടെ. 2 പേര് മരിക്കുകയാണ്. ഒരാളിന് ഈ ലോകപരമായിട്ടുള്ള എല്ലാ സമ്പത്തും ഉണ്ടായിരുന്നു, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, നല്ല ബംഗ്ലാവുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, നല്ല വസ്ത്രമുണ്ട്, ഒരുപക്ഷെ എല്ലാ രീതികളിലും ഉയർന്ന ആളാണ്. സാധുക്കളെ ഒരുപക്ഷെ സഹായിച്ച ആളായിരിക്കാം, ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഭവനം വെച്ചു കൊടുത്ത ആളായിരിക്കാം, ഒരുപക്ഷെ ഒരുപാട് പേർക്ക് കല്യാണം നടത്തി കൊടുത്ത ആളായിരിക്കാം. കാരണം അബ്രഹാം പിതാവിനെ നല്ല പരിചയമല്ലേ. മാത്രമല്ല, ലാസർ ഇയാളുടെ എച്ചിൽ തിന്നാൻ ആഗ്രഹിച്ചു എന്നാണ്, കിട്ടിയെന്നല്ല, ആഗ്രഹിച്ചു എന്നാണ്. അപ്പോ ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ്, അബ്രഹാമിനെ അറിയാലോ, സ്തോത്രം. പക്ഷേ എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ കണ്ണടയ്ക്കുന്ന സമയം താൻ എവിടെ പോയി എന്നും, ലാസർ എന്ന മനുഷ്യന് കയറി കിടക്കാൻ വീടുണ്ടെന്നോ, ഭാര്യയുണ്ടെന്നോ, മക്കളുണ്ടെന്നോ, മാതാപിതാക്കളുണ്ടെന്നോ, സഹോദരനുണ്ടെന്നോ, കൂട്ടുകാരുണ്ടെന്നോ വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ ലാസറിന്റെ അകത്ത് യേശു ഉണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു, സത്യമുണ്ടായിരുന്നു, യാഥാർത്ഥ്യമുണ്ടായിരുന്നു. അയാൾ കർത്താവിന്റെ വചനത്തിൽ ജീവിച്ചു, ക്രിസ്തുവിൽ ജീവിച്ചു. വചനം എന്ത് പറയും അതിന്റെ വള്ളി പുള്ളി തെറ്റിക്കാതെ ദൈവത്തിൽ ജീവിച്ച ലാസർ, അയാൾക്ക് പറയാൻ വേറെ ഒന്നുമില്ല. അയാൾക്ക് കൂട്ടുകാരായി കൃമികളും പുഴുക്കളും പട്ടികളുമേ ഉള്ളൂ. ശരീരമാസകലം വ്രണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ദുർഗന്ധം കൊണ്ട് ആർക്കും അടുത്തു വരാൻ പറ്റാത്ത ദുർഗന്ധം. പക്ഷെ അപ്പോഴും വാസനയുള്ള ക്രിസ്തു, രാജാവ് അയാളുടെ അകത്തുണ്ടായിരുന്നു. കൃമികളും പട്ടികളും പുഴുക്കളും ശരീരത്തെ കാർന്നു തിന്നുമ്പോഴും പ്രത്യാശയുള്ള ഭക്തന് പറയാനൊരു വാക്കുണ്ട്, കൃമികളെ, പുഴുക്കളെ, പട്ടികളെ, നിങ്ങൾ എന്റെ ശരീരം നക്കിയാലും കടിച്ചാലും കീറിയാലും നിങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത സ്തോത്രം, ഒരു ആത്മാവ് എന്റെ അകത്തുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ എന്നെ തകർത്താലും നിങ്ങൾക്ക് തൊടാൻ പറ്റാത്തൊരു ശരീരം പ്രാപിച്ച് ഞാൻ എന്റെ അപ്പന്റെ അടുക്കലേക്ക് പോകും എന്നുള്ള ഒരു ഉറപ്പ്
ലാസർ ഉണ്ടായിരുന്നു. ലാസർ മരിക്കാൻ സമയമായി. സ്വർഗത്തിൽ ദൈവം അടങ്ങിയിരുന്നില്ല. ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ദൈവം ദൂതനെ പറഞ്ഞയച്ചു. ദൂതൻ ഇറങ്ങി വന്ന് ലാസർ പറഞ്ഞു, മോനെ വാ, സമയമായി. ദൂതൻ വന്ന് വിളിക്കുമ്പോൾ ലാസർ ഇവിടെ കണ്ണടച്ചു. ഒരു നല്ല അടക്ക ശുശ്രൂഷ കിട്ടിയെന്നില്ല. ആരും അവിടെ പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നെന്ന് വേദപുസ്തകം പറയുന്നില്ല. പക്ഷെ ഈ മനുഷ്യൻ നേരെ പോയത് അബ്രഹാമിന്റെ മടിയിലാണ്. കണ്ടോ എന്തുകൊണ്ട് പോയി? പണം ഉള്ളതുകൊണ്ടല്ല, പേരുള്ളതുകൊണ്ടല്ല, പ്രശസ്തി ഉണ്ടായതുകൊണ്ടല്ല, സ്തോത്രം, മാന്യത ഉള്ളതുകൊണ്ടല്ല. തിരുവചനം അയാളുടെ അകത്തുണ്ട്, യേശു അയാളുടെ അകത്തുണ്ട്, സത്യവചനം അയാളുടെ അകത്തുണ്ട്. അതുകൊണ്ട് അയാൾ തകർന്നില്ല. അയാൾ നേരെ അപ്പന്റെ അടുത്ത് കയറിപ്പോയി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ നമുക്ക് എവിടെ പോകണം? എവിടെ കണ്ണ് തുറക്കണം? ഹല്ലേലൂയ. എന്നാൽ ധനവാൻ ഇവിടെ കണ്ണടച്ചു. എവിടെ പോയി നോക്കിയേ? സ്വത്രം, ധനവാനെ സ്വീകരിക്കാൻ പാതാളത്തിൽ നിന്ന് ഒരു പിശാചിന്റെ ദൂതൻ വന്നു. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 33-ാം വാക്യം വായിക്കുമ്പോഴും, യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 33-ാം വാക്യം വായിക്കുമ്പോഴും, യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 9, 10, 11 വാക്യം വായിക്കുമ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണമേ ഈ വചനങ്ങൾ. യെശയ്യാവിന്റെ പുസ്തകം 30-ന്റെ 33-ാം വാക്യം വായിച്ചേ. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. ആ സ്ഥലം എങ്ങനെ ഇരിക്കുന്നു? ആഴവും വിശാലമാക്കിയിരിക്കുന്നു. അവിടെ വളരെ തീയും വിറകുമുണ്ട്. പാവികൾ ചെല്ലുന്ന സ്ഥലത്ത് എന്തുണ്ട്? നിങ്ങൾ തന്നെ പറ. വളരെ വിറകും തീയുമുണ്ട്. ആര് ചെല്ലുന്ന സ്ഥലത്ത്? ഇവിടെ വചനം കേട്ടിട്ടും സത്യവചനപ്രകാരം മുട്ടുമടക്കാൻ പറ്റാത്ത സകല വ്യക്തികളും പോകുന്ന ഇടത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. സ്തോത്രം. ഇതില് വലിയവനൊന്നുമില്ല, ചെറിയവനൊന്നുമില്ല, സമ്പന്നനൊന്നുമില്ല, ദരിദ്രനുമില്ല. സ്തോത്രം. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ആളൊന്നുമില്ല, വഴിയമ്പലത്തിൽ കിടന്ന ആളൊന്നുമില്ല. എല്ലാവർക്കും കർത്താവ് എല്ലാവർക്കും തുല്യനാണ്. എല്ലാവരും നോക്കുന്നത് തുല്യതയോടെയാണ്. ശാലിനി സിസ്റ്ററും ഒരു ഭിക്ഷ എടുക്കുന്ന സഹോദരനും തമ്മിൽ യാതൊരു വ്യത്യാസവും ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇല്ല. മനുഷ്യനല്ലേ ഇതൊക്കെ ഉള്ളേ? അയ്യോ, അത് അന്നാളാ, അതാ ആ കൂലിപ്പണിക്കാരനാ, ഇത് IG-യാ, ഇത് ഇവിടുത്തെ നിയമം. സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ ആ കൂലിപ്പണിക്കാരനും IG ഒരുപോലെ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. IPS ഓഫീസറും 4-നും 2 പേരെ നിർത്തിയാൽ മനുഷ്യന്റെ യേശുവിന്റെ മുമ്പിൽ രണ്ടുപേരും ഒരുപോലെ, രണ്ടുപേരും ഒറ്റ തൂക്കം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇവിടെയാണ് ഈ 4 വീട് നീളമുള്ള ആയുസിലാണ് ഈ വെപ്രാളവും പിടയലും ഒക്കെ. ഇവിടം വിട്ടു പോകുമ്പോൾ മനസ്സിലാവും ഇതൊന്നും അല്ല. ഇതൊക്കെ ഇവിടെ കിടന്ന് കെട്ടിപ്പിടിച്ചതും വലിച്ചതും വെട്ടിയതും ഓട്ടിച്ചതും പടയോടിയതല്ലേ വെറുതെ എന്ന്. ഇവിടെ നിന്ന് പോകുമ്പോഴാണ് നമുക്കിതെല്ലാം പിടികിട്ടുന്നത്. അപ്പൊ സമയം കഴിയും. അപ്പൊ പിന്നെ രക്ഷിക്കപ്പെടാൻ സമയമില്ല, സ്നാനപ്പെടാൻ സമയമില്ല, അഭിഷേകം പ്രാപിക്കാൻ സമയമില്ല, സത്യത്തിൽ ആത്മാവിനെ അറിയിക്കാൻ സമയമില്ല, കർത്തൃമേശയ്ക്ക് യഥാർത്ഥ കർത്തൃമേശ സ്വീകരിക്കാൻ സമയം എല്ലാം കഴിഞ്ഞു പോയി. സ്വത്രം ഇവിടെ കിട്ടിയല്ല, തിരുവചനം കിട്ടാത്തതല്ല, കിട്ടി. പക്ഷെ കിട്ടിയതിനെ അത് അടിയിലാക്കിയിട്ട് ആൾക്കാരെന്ത് പറയും, ലോകം എന്ത് പറയും, ഇനി ഇങ്ങനെ കിട്ടൂലല്ലോ, ഇനി അങ്ങനെ കിട്ടൂലല്ലോ. ഞാൻ പറയാം, നിന്റെ മക്കൾക്ക് ഒരു നന്മ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഒരുത്തന്റെ ഒന്നും വേണ്ട. നിങ്ങൾ കുറിച്ചിട്ടോ. എത്ര പേരുടെ സാക്ഷ്യം നിങ്ങൾക്ക് വേണം? ഹല്ലേലൂയ. ഞങ്ങളുടെ പള്ളിയിൽ ഒരു സഹോദരൻ സാക്ഷി പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പുള്ളി കർത്താവിനെ കണ്ടുമുട്ടി, സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, യേശുവിൻ്റെ അടുത്ത് വന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഇത് സ്തോത്രം, ഇത് ഇവിടെ കൂടെ ചുമന്നുകൊണ്ട് നടന്ന ആളാ, വിഗ്രഹത്തെ ചുമന്നുകൊണ്ടാണ് ആളാ. യേശുവിന് സന്തോഷം കിട്ടിയില്ല, സമാധാനം കിട്ടിയില്ല, സ്വസ്ഥത കിട്ടിയില്ല. ആ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ യഥാർത്ഥ വചനം കേട്ടപ്പോൾ സമാധാനം കിട്ടി. തോൽ ചുമന്നവൻ ഇപ്പൊ യേശുവിനെ യഥാർത്ഥമായി കണ്ടുമുട്ടി സ്നാനപ്പെട്ടപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റിന് പള്ളി ചെന്നപ്പോൾ അവർ കൊടുത്തില്ല. പക്ഷേ ഞാൻ പറയാം, അയാൾക്ക് വേണ്ടി തുറന്ന സ്വർഗമായിരുന്നു. 1, 2, 3 ജോലി വന്നു. ഒരു ജോലിക്ക് അവിടെ സർട്ടിഫിക്കറ്റ് വേണ്ട, മെരിറ്റിൽ അയാൾക്ക് ജോലി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്റെ അപ്പ നിനക്കൊരു വാതിൽ, നിനക്കോ നിന്റെ മക്കൾക്കോ യേശുവിന്റെ വരവ് എത്ര കാലം ഉണ്ടെങ്കിലും ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യനും അടയ്ക്കാൻ പറ്റില്ല. സത്യവചനപ്രകാരം ജീവിക്കാതെ കെട്ട് കഥകൾ കേട്ട് നരക തീക്കകത്ത് പോകാതെ കർത്താവിന്റെ വചനത്തിന് കീഴടങ്ങി, അപ്പാ എനിക്ക് ഈ ലോകം വേണ്ട, ഇമ്പം വേണ്ട, യേശു മതി എന്ന് ഉറപ്പിച്ചാൽ ബാക്കിയെല്ലാം ആരും നോക്കിക്കൊള്ളും. നമ്മളെയൊക്കെ ഉമ്മാക്കി കാണിക്കണമെന്നറിയാമോ? എന്ത് ചെയ്യും? മക്കളെ കല്യാണത്തിന് ഒരു ചുക്കും ചെയ്യാനില്ല, ദൈവം നടത്തും. എന്ത് ചെയ്യും? ജോലിക്ക് ഒരു ചുക്കും നോക്കാനില്ല. ഒരു ജോലിയിൽ 50,000 കിട്ടുമെങ്കിൽ അയാൾക്ക് 2 ജീവിക്കും. അതിനേക്കാളും വലുത് ഈ ലോകത്തിൽ ഒന്നുമില്ല.
എത്രയോ കുടുംബങ്ങൾ കോടികളുണ്ട്, സമാധാനമുണ്ടോ? എത്രയോ കുടുംബങ്ങളിൽ നിന്ന് ഇറച്ചിയും മുട്ടയും മറ്റു എല്ലാ ഭക്ഷണ സാധനങ്ങളുണ്ട്, ചോദിക്കുന്നതല്ല ഇല്ലേ? സമാധാനമുണ്ടോ? ഇവിടെ വിട്ട് പോയാൽ സ്വർഗം കിട്ടുമോ? എത്ര കുടുംബങ്ങൾക്ക് കിട്ടും? യേശുവില്ലാത്ത ഒരുത്തർക്കും കിട്ടൂല. ഇന്ന് ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ഇല്ലെങ്കിലും ഇതൊക്കെ ഇവിടെ കൊണ്ട് തീരുന്നതാണ്. ഇതൊക്കെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണ്. എല്ലാം ഉപയോഗിച്ച നല്ലതാകട്ടെ, നല്ലതാ. പക്ഷേ പിടി ക്രിസ്തുവിലായിരിക്കണം, വചനത്തിലായിരിക്കണം ജീവിതം, നടപ്പേശിലായിരിക്കണം. ഇവിടെ എല്ലാവരും സമ്പന്നരാകട്ടെ, എല്ലാ നന്മകളും കിട്ടട്ടെ. എന്തെല്ലാം നന്മകളുണ്ടോ, ജോലിയുണ്ടോ, എല്ലാം ഇതിനകത്തിരിക്കുന്നവർക്ക് ദേശത്തിനും കിട്ടട്ടെ. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കുടുംബങ്ങളും ബഹു സമ്പത്തുള്ളതായി മാറട്ടെ. പക്ഷെ ഞാൻ പറയാം, ഈ സമ്പത്തെല്ലാം കണ്ണടക്കുമ്പോൾ ഇതോടെ കൊണ്ടുപോകാനും പറ്റൂല. നമ്മുടെ ഒരു കർച്ചീപ്പ് എടുക്കാൻ പറ്റുമോ? ആ ഒളിച്ചു വെച്ചിരിക്കുന്ന അലമാരക്കകത്തിരിക്കുന്ന നോട്ട് കെട്ട് അഞ്ഞുണ്ട്, ആരും കാണാതെ വെച്ചിരിക്കുന്നില്ലേ, അതെടുക്കാൻ പറ്റുമോ? അയ്യോ എൻ്റെ മക്കളോട് പറഞ്ഞില്ല, അയ്യോ ഞാൻ പറഞ്ഞില്ലേ, അയ്യോ ഞാൻ പറഞ്ഞില്ല, അവരെടുത്തോണ്ട് പോകുന്നു, ഞാൻ പറഞ്ഞില്ല, അതേ കൂടെ എടുത്ത് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റുമോ? കെട്ടി ഇറുക്കി ഇവിടെ വെച്ചിരിക്കുക പൈസ. ഇവിടെ കുളിക്കാൻ പോകുമ്പോൾ അവിടെ ഇളക്കി വെച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും എടുത്ത് ഇവിടെ കെട്ടും. പൈസ എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞ് ഇവിടെ വിട്ടുപോയപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയൊരു കണ്ടു പൈസ. വർഷകാലം കൊണ്ട് വെച്ചിരിക്കുക, കൊണ്ട് കിട്ടുമോ? നിങ്ങൾ പറ. ഇത്രേ ഉള്ളൂന്ന് ഇത് ഇവിടുത്തെ ഒന്നുമില്ലെന്ന് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ നിസ്സഹായതയോടെ നമുക്ക് ആരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയത്തില്ല. അതിനുശേഷം ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ 4 വിരൽ നീളം തരുമ്പോ എന്റെ അപ്പന്റെ മുമ്പിൽ കീഴടങ്ങിയാൽ എന്റെ അപ്പൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. ഞാൻ പറയാം, യേശുവിന്റെ വചനപ്രകാരം ഒരാൾ ഇറങ്ങിയാൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ഏലിയാവിന് ആഹാരം കൊടുത്തത് കാക്കയാ. എത്രയൊക്കെ മനസ്സിലായി? കാക്ക നമ്മളിവിടെ ഒരു ഭക്ഷണം വെച്ചാൽ ഏതെങ്കിലും കാക്ക കൊത്തിപ്പറിക്കാതെ നമുക്ക് പാവം ആ വീട്ടുകാർക്ക് ആ പൊതിയോടെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് തരുമോ? കാക്കയ്ക്ക് എന്തേ അറിയാവൂ? ഇരിക്കുന്ന ഭക്ഷണം കൊത്തിപ്പറിച്ച് തിന്നാനേ. പക്ഷെ ഏലിയാവിൻ്റെ അടുക്കൽ കാക്കയെ ദൈവം വിട്ടം പറഞ്ഞു, നീ കാക്കയാണ്, കാര്യമൊക്കെ ശരി തന്നെ, ഈ കവറിൻ്റെ ഒരു ചുളുക്ക് പോലും മാറാതെ നീ എൻ്റെ പിള്ള അവിടെ ഇരിക്കുകയാണ്, കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു. ഓപ്പാ ഞാൻ കൊണ്ടു കൊടുക്കാം. ആരാ സംസാരിച്ചേ? നമ്മൾ പറയും പോകുന്ന വഴിക്ക് പൊതി തുറന്ന് ശകലം തിന്നിട്ട്. കാക്ക എന്ത് ചെയ്തില്ല? അനക്കാതെ കൊത്തിയെടുത്ത് ആർക്ക് കൊണ്ട് കൊടുത്തു? നീ അതും ഇതും നിനക്ക് കിട്ടൂല എന്ന് പറഞ്ഞ് നിന്നെ നാണം കെടുത്തുമ്പോ നീ ഹല്ലേലൂയ. നോക്കിക്കേ, അവിടെ ആഴവും വീതിയും കുന്നൂടെ വായിച്ച യെശയ്യാവ് 30:33 ശ്രദ്ധിച്ചേ. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. വചനമില്ലാതെ ജീവിക്കുന്ന പാവിയായ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. 2 സ്ഥലം. ഒന്ന് യേശുവിന്റെ അടുക്കൽ, അവിടെ കണ്ണീരില്ല, അവിടെ ദുഃഖമില്ല, അവിടെ രോഗമില്ല, അവിടെ നിരാശയില്ല, അവിടെ വിശപ്പില്ല, അവിടെ ഇരുട്ടില്ല, അവിടെ കുടുംബമില്ല, അവിടെ ഭാര്യ ഭർത്താക്കന്മാരില്ല, അവിടെ ദൂതന്മാരെ പോലെ അവിടെ സ്തോത്രം സന്തോഷത്തിന്റെ സ്ഥലമാണ് യേശുവിന്റെ സ്ഥലം. അവിടെ പോകുന്ന ആരെന്നറിയാമോ? യേശുവിന്റെ വചനത്തിൽ ജീവിക്കുന്ന മക്കൾ, ക്രിസ്തുവിൽ നടക്കുന്ന, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഓരോ മക്കൾ ഇവിടെ കണ്ണടയ്ക്ക് മുൻപേ ദൂതനെ ഇറക്കിവിട്ട് ദൂതന്മാർ കൊണ്ടുപോയി ആരുടെ അടുക്കലാക്കും? യേശുവിന്റെ അടുക്കലാക്കും. അവർക്ക് പിന്നെ സങ്കടപ്പെടാൻ ഒന്നുമേ ഇല്ല. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, അപ്പച്ചാ ഇത്രയും വലിയ ഇതായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും, കർത്താവേ വേറെ ഒന്നും ചോദിക്കാൻ തോന്നൂല. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവട്ടെ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ പാവിയായ ഒരു മനുഷ്യന് എത്ര വചനം കേട്ടിട്ടും കീറാത്ത മുട്ടികൾ, എത്ര സുവിശേഷം കേട്ടിട്ടും, എത്ര സത്യവചനത്തിന്റെ കാതലായ സത്യങ്ങൾ കേട്ടിട്ടും ജീവിതത്തിനകത്തൊരു വിശുദ്ധീകരണമില്ല, സത്യവചനത്തിനകത്ത് മുട്ടുമടക്കാൻ താല്പര്യമില്ല, കർത്താവ് ആരാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ കഴിയാതെ, യേശുവിനെ സ്വീകരിക്കാൻ കഴിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന പാവികൾക്ക് സ്തോത്രം നരകത്തിലോട്ടാണ് പോകുന്നത്. ആ സ്ഥലം ദൈവം ഒരുക്കിയത്, ദൈവം ഈ ലോകത്തിലുള്ള മനുഷ്യന് വേണ്ടി ഒരുക്കിയതല്ല. ആ നരകം ആർക്കു വേണ്ടി ഒരുക്കിയേ? പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയ സ്ഥലമാണേത്, ഈ നരകം എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവർ തന്നെ അങ്ങ് പാപം ചെയ്ത് തിരഞ്ഞെടുക്കും. ആരാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ തിരഞ്ഞെടുക്കണം. ഇന്ന് രാത്രി തിരഞ്ഞെടുക്കണം എവിടെ പോകണമെന്നും. യേശു എന്നെയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് കർത്താവിനടുത്താണ്. പക്ഷെ മനുഷ്യൻ സാത്താനെ ഇടാൻ ഒരുക്കിയതാണ് ഈ നരകം. പക്ഷെ മനുഷ്യൻ ദൈവവചനം അംഗീകരിക്കാതെ, അതിന്റെ മുമ്പിൽ മുട്ടുമടക്കാതെ, സ്വന്തം ഇഷ്ടങ്ങൾ തകർക്കാതെ, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് അവരവർ വിശാലമായ വഴിയിലൂടെ സഞ്ചരിച്ച് അവരവർ ചെന്ന് വീഴാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഈ
നിത്യ നരകം എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അതിന്റെ വീതി ആഴം കൂട്ടിയിരിക്കുന്ന അടുത്തവർ അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അവിടെ ആരൊക്കെ പോകും? ഏത് രാജാക്കന്മാരായിരുന്നാലും യേശുവില്ലെങ്കിൽ പോക്കൊന്നു അവിടെ തന്നെ പോകും. അടുത്ത വീണ്ടും വായിക്കുമ്പോൾ യെശയ്യാ 14 അധ്യായം വായിക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെ കൂടെ വായിച്ചിട്ട് സിസ്റ്റർ, അതിന്റെ തൊട്ട് താഴെ കൂടെ അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. അപ്പൊ ഉടനെ കണ്ണടച്ച് നേരെ ചെന്ന് വീഴുന്ന സ്ഥലം എവിടെ? ചിതയിലും തീയിലും. നല്ല സുഖമായിരിക്കും അല്ലേ? ഈ ടാർപ്പയുടെ അടിയിൽ നിൽക്കാൻ പോലും നമുക്ക് ഫാൻ ഉണ്ടെങ്കിൽ പോലും. പിന്നെ ഇവിടെ നമ്മൾ AC ഒക്കെ വെച്ചെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ നമുക്ക് AC കിട്ടുമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങ് ചെല്ലുമ്പം മനസ്സിലാവും അവിടെ എന്ത് AC ആണെന്ന്. ഒന്നുകൂടെ വായിച്ചേ. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 14 അധ്യായം 9, 10, 11 വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഒരു പാപിയായ മനുഷ്യൻ ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ നേരെ നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഇതാ ഇവിടെ ആരാധിക്കുകയാണ്. ഈ സമയം വരെ മരിച്ച സകല പാപികളും ഇതാ ഈ പാതാളത്തിലേക്കാണ് കിടക്കുന്നത്. അവരെ ഇവിടെ കണ്ണടച്ച ഉടനെ നേരെ പോയത് അവിടെയാണ്. എണ്ണി തിട്ടപ്പെടുന്ന പറ്റാതെ ലക്ഷോപലക്ഷങ്ങൾ സെക്കൻഡ് ബൈ സെക്കൻഡായി ഈ ഭൂമിയിൽ കണ്ണുകൾ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും നല്ല ശുശ്രൂഷ കിട്ടിയാൽ പോകും. ഇല്ല, നല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ചല്ലേ അടക്കം ചെയ്തത്. ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗം ഒരിടത്ത് പ്രസംഗിച്ചു. പലരും ഇത് കേൾക്കുമ്പോൾ പലർക്കും കത്തും. ഈ വചനം കേൾക്കുമ്പോൾ ഇവർക്ക് അംഗീകരിക്കാൻ മനസ്സില്ല. അനേകർക്ക് ഞാൻ പറഞ്ഞ വേറെ ഒന്നും വിമർശിച്ചല്ല പറഞ്ഞ്. ആര് ശുശ്രൂഷ ചെയ്താലും ആ ശുശ്രൂഷ ചെയ്യുന്ന ആളിന്റെ ബലം കൊണ്ടൊന്നും ആര് സ്വർഗത്തിലൊന്നും പോവൂല. ജീവിച്ചിരിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:10 വായിച്ചേ. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും. തീർച്ച വായിച്ച യെശയ്യാ 14:9 മുതൽ ഇവിടെ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ നേരെ പോകുമ്പോൾ ആയിരക്കണക്കിന് കോടിക്കണക്കിന് പാപികൾ കിടക്കുന്ന സ്ഥലമുണ്ട്. അവിടെ അലറി വിളിക്കുകയാണ്, അവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും, എന്റെ അയൽവക്കത്തുള്ളവൻ വരുന്നു, എന്റെ കൂട്ടുകാരൻ വരുന്നു, എന്റെ ബന്ധു വരുന്നു, അയ്യോ അതെന്റെ അനിയൻ വരുന്നു, അയ്യോ എന്റെ ചേട്ടൻ വരുന്നു, ഇത് അവന്റെ ബന്ധു വരുന്നു. അയ്യോ ഇത് കാണുമ്പോ താഴെ കിടന്ന് വിളിക്കുകയാണ്, അയ്യോ നീ ഇഞ്ഞു പോന്നോ, നീ ഇഞ്ഞു ബലഹീനായോ, നീ ആ പള്ളിയിൽ പോയിട്ടും ആ കൺവെൻഷന് 3 ദിവസം ഇരുന്നിട്ടും നീ ആ പള്ളിയിൽ പോയിട്ടും ആ കൺവെൻഷൻ കേട്ടിട്ടും നിന്റെ വീട്ടുകാരെല്ലാം നിന്നോട് വചനം പറഞ്ഞിട്ടും നീ ഇത് അംഗീകരിച്ചില്ലയോ? നിനക്ക് ഈ തീ സഹിക്കാൻ പറ്റുമോ? നിനക്ക് ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റുമോ എന്ന് അലറി വിളിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ പാതാളത്തിനൊക്കെ തലറി വിളിക്കുകയാണ്. അയ്യോ എന്റെ യേശു എന്നെ ഓടുന്ന രക്ഷയില്ലേ, ഞാൻ എന്റെ വീട്ടിൽ പോട്ടെ, ഞാൻ അതിന് വെട്ടിപ്പിടിച്ച് തിരിച്ചു കൊടുക്കുക, കള്ളം പറഞ്ഞ് തിരിച്ചു കൊടുക്കുക, പറ്റിച്ച് തിരിച്ചു കൊടുക്കുക. യേശുവെ എന്നെ ഒന്ന് വിട്, യേശുവെ എന്നെ ഒന്ന് വിട്, ഞാൻ രക്ഷപ്പെട്ടു കൊള്ളാം. അവിടെ അലറി വിളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. നോയിക്കേ, ധനവാൻ ഇതുപോലെയാണ് അലറിയത്. ധനമുള്ളത് കൊണ്ടല്ല അയാൾ നരകത്തിൽ പോയത്. അയാൾ പോകാത്ത കാരണം മാനസാന്തരപ്പെട്ടില്ല, വചനം അംഗീകരിച്ചില്ല, വചനപ്രകാരം ജീവിച്ചില്ല. അതാണ് ആ മനുഷ്യൻ ആ സ്ഥലത്ത് പോകാൻ കാരണം. അതിലെഴുതിയിരിക്കുന്നു, നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ, അവരത് വിളിക്കുകയാണ്, തുല്യനായോ അടുത്ത് എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ AC-യിലാണ് കിടന്നത്. ഇവിടെ കിടന്നേ AC-ക്കകത്ത് മെത്തേ കിടന്ന അകത്ത് ആളും കാണാൻ പാടില്ല. കാരണം നല്ല ധനാട്ടിനല്ലേ, എല്ലാ സൗഭാഗ്യവും കാണും. ഡോറ് തുറക്കാൻ ഒരാൾ, ഷർട്ട് ഇട്ട് കൊടുക്കാൻ ഒരാൾ, ഷൂ ലൈസ് കെട്ടാൻ ഒരാൾ, എല്ലാം ഉണ്ട്. തുടച്ചു കൊടുക്കാൻ ഒരാൾ, എല്ലാം ഉണ്ട്. അവിടെ ചെന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് അങ്ങോട്ട് കണ്ണു തുറന്നപ്പോൾ സംഭവം എന്താ? താഴെ അടുത്ത വരി വായിച്ചേ. നിന്റെ കീഴെ നേരെ പോയി ആ മനുഷ്യൻ വീണത് പുഴുക്കളെ വിരിച്ച് താഴെ പോയി വീണ് കണ്ണു തുറന്ന് നോക്കിയപ്പോ കണ്ണിനകത്ത് പുഴു, മൂക്കിനകത്ത് പുഴു, ഞെക്കിക്കൊല്ലുന്നുണ്ട്. അവിടുത്തെ പുഴു എന്ത് ചെയ്യുന്ന വേദപുസ്തകം ചാകത്തില്ല. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ഏത് തിരഞ്ഞെടുക്കും? ഇന്ന് രാത്രി സ്തോത്രം, ഏത് താങ്കൾ തിരഞ്ഞെടുക്കും? ഓ ജീസസ്, ഇന്ന് രാത്രി യേശുവിനെ താങ്കൾ തിരഞ്ഞെടുക്കുമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ ഈ സ്ഥലത്ത് പോകാതിരിക്കാൻ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. താങ്കൾ വിശ്വസിക്കുമോ? എത്ര കടിച്ചുവപ്പുള്ള പാവം ക്ഷമിക്കുക. താങ്കളോടുള്ള ഇഷ്ടം കൊണ്ട് യേശുവിത കാൽവരി ക്രൂശിൽ മരിച്ചത് സ്നേഹിത നിനക്ക് വേണ്ടി, സഹോദരി നിനക്ക് വേണ്ടി, മാതാവേ നിനക്ക് വേണ്ടി, പിതാവേ നിനക്ക് വേണ്ടി,
ഈ ശബ്ദ പരിധിക്കുള്ളിൽ നിൽക്കുന്ന പൈതലേ, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ആ രക്ഷകന്റെ മുന്നിൽ മുട്ടുമടക്കുമോ? അടുത്ത വചനം വായിക്കുമ്പോൾ നേരെ ചെന്ന് വീണത് പുഴുക്കൾക്കകത്താണ്. അടുത്ത കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. അവിടുത്തെ പുതപ്പെന്തോന്ന്? ഇവിടെ ഏസിയും ഇവിടെ നല്ല ഏറ്റവും കൂടിയ മെത്തയും പിന്നെ പുതപ്പ് നമ്മുടെ കമ്പിളിയൊക്കെ നല്ല രീതി ഏറ്റവും നല്ലതൊക്കെ. അവിടെ ഒരു പുതപ്പുണ്ട്. എന്തുകൊണ്ട്? ചാകാത്ത കൃമി കൊണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കൊതുക് വന്നിരുന്നാൽ നമുക്ക് ഉറക്കം ചെറിയ ഇങ്ങനെ 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 ഒരു അനക്കം കാലിൻ്റെ പുറത്തൂടെ കൈയുടെ പുറത്തൂടെ വന്നാൽ ചാടി എണീറ്റ് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം നോക്കി അവിടെ നോക്കി ഇവിടെ കണ്ടോ, അവിടെ പോകാത്ത കൃമി, ശരീരം മുഴുവൻ പുതപ്പ് കൃമി. അപ്പം അർത്ഥം എന്താ? പുതപ്പ് മൊത്തം പുതയ്ക്കുന്നതല്ലേ അർത്ഥം. അവിടെ പോകാനാണോ നമ്മൾ പള്ളി പോയത്? സത്യ തിരുവചനം വേദപുസ്തകം ദൈവം വരച്ച് കിട്ടിയിട്ടും ഗലാത്യർക്കെതിരെ 3-ാം അധ്യായം വായിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ച് കിട്ടിയിട്ടും നിങ്ങൾ ശുദ്രം ചെയ്ത് മയക്കിയത് ജീസസ്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ടില്ലേ? ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപം വിട്ടു തിരിഞ്ഞ് വരേണ്ടതിന് പകരം ഹല്ലേലൂയ, ഓ മടങ്ങി വാ. അടുത്ത വരി വായിക്കുമ്പോൾ കീഴെ കൃമികളെ വിരിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പാപിയായ ഈ മനുഷ്യൻ ഇതാ സ്വത്രം ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ധനവാൻ ഇവിടെ കണ്ണടച്ച് നേരെ അവിടെ ചെന്ന് വീണു. അവിടെ ചെന്ന് കിടന്ന് അലറി വിളിക്കുകയാണ്. അയ്യോ, കണ്ണ് തുറന്നപ്പോൾ പുഴുക്കൾ, അയ്യോ കൃമികൾ, ആളിക്കത്തുന്ന തീ, അതിനകത്ത് കിടന്ന് വിളിക്കുകയാണ്. തീജ്വാലയാൽ എൻ്റെ നാവു വരളുന്നേ, ഒരിറ്റു വെള്ളം തരണേ. അബ്രഹാം പിതാവേ, ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ. നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ. ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്, തകർന്ന് വിളിക്കുകയാണ്. സുവിശേഷ ഘോഷണം നാടെങ്ങും കേൾക്കുമ്പോൾ വയറ്റിപ്പിഴപ്പെന്ന് കരുതി പുഴുകടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇതിനൊരു മോചനമില്ലേ. കണ്ടോ സ്തോത്രം, ഹല്ലേലൂയ. അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾക്ക് ജീവനുള്ളപ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ സ്നേഹിത സഹോദര, നമ്മൾ പോകുന്ന ഇടം അവിടെയാണെന്ന് മനസ്സിലായോ? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപം വിട്ടുതിരിയണം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഓരോരുത്തർക്കും ഓരോ പുസ്തകമുണ്ട് കേട്ടോ. ഒരു വെള്ള സിംഹാസന ന്യായവിധിയുണ്ട്. ഇന്ന് ഇവിടെ ഒരു പാവം ചെയ്താൽ നോക്കി, പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ടു, ഇതാ ജയിലിൽ അടച്ചു എന്ന് വെച്ചോ. ഒരാളിനെ തൂക്കിലേറ്റാൻ വിധിച്ചെന്ന് വെച്ചോ, തൂക്കിലേറ്റാൻ വിധിച്ചു. ഹല്ലേലൂയ. പിറ്റേ ദിവസമാണ് തൂക്ക്, പിറ്റേ ദിവസമാണ് ഡേറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. 5 മണിക്ക്, രാവിലെ 5 മണിക്ക് ഈ മനുഷ്യനെ തൂക്കിക്കൊല്ലുമെന്ന് വിധിച്ചു. പിറ്റേ ദിവസം 5 മണിക്ക് വേണ്ടി തലേ ദിവസം ഈ കുറ്റവാളിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അവരെ ഫോർമാലിറ്റീസ് എല്ലാ കാര്യങ്ങളും ചെയ്തു. സ്തോത്രം. എന്നാൽ അന്ന് രാത്രി താൻ മരിച്ചു വന്നിരിക്കട്ടെ. പിറ്റേന്ന് ആരെ തൂക്കും? അവിടെ കേസ് എഴുതി തള്ളൂല്ലേ? അതോ ഇനി ഇയാളെ തൂക്കാനെടുത്ത് വേറെ ആരെങ്കിലും തൂക്കുമോ? പിന്നെന്ത് ചെയ്യും? ആ കേസ് ഇവിടെ കേസ് തീർന്നോ ഇല്ലേ? മരണം കൊണ്ട് ഇവിടെ കേസ് തീർന്നു. പക്ഷേ മരണം കൊണ്ട് കേസ് തീരാത്ത ഒരു സ്ഥലമാണ് വെള്ള സിംഹാസന ന്യായവിധി. ഇവിടെ എത്ര തെളിവ് വേണമെങ്കിലും നശിപ്പിക്കാം. എന്നാൽ ഈ വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ നീ ഇവിടെ പല പാവവും പല തെറ്റും പല കുറ്റവും പലതും ചെയ്തു. രാത്രി പകലും ഭാര്യ മറച്ച്, ഭർത്താവിനെ മറച്ച്, മക്കളെ മറച്ച്, ദേശത്തെ മറച്ച്, ബന്ധുക്കളെ മറച്ച്, നാട്ടുകാരെ മറച്ച്, അകത്തൊരു ജീവിതം, പുറത്തൊരു ജീവിതം, ദേശത്തൊരു ജീവിതം, അധർമ്മം പ്രവർത്തിച്ച് പാപം ചെയ്ത് പാവ പ്രവർത്തികൾ ചെയ്ത് സ്വത്രം കേസിൽ അകപ്പെടാതിരിക്കാൻ ഒരു ചാക്ക് നോട്ട് നീ കൊണ്ടുവന്ന അധികാരിക്ക് കൊടുത്ത് ഒതുക്കി തീർത്തു. ഇവിടെ നീ മാന്യനായി, ആരും അറിഞ്ഞില്ല. നീ വീണ്ടും പാവം പച്ചവെള്ളം പോലെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ സ്നേഹിത സഹോദര സഹോദരി, തൊണ്ടി സഹിതം വെളിപ്പെടുന്ന ഒരു ന്യായവിസ്താര സ്ഥലമുണ്ട്, ഒരു സിംഹാസനമുണ്ട്. നീ ചെയ്ത സകല പാവം അതുപോലെ കൊണ്ട് നിർത്തി നിന്നെ വിസ്തരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് വെള്ള സിംഹാസനം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 മുതൽ ടക്കനെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. വായിച്ചേ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ പുസ്തകം ഉണ്ട് കേട്ടോ. നമ്മളിവിടെ എല്ലാ പാവം ചെയ്തിട്ട് പറയാം, ആരും കണ്ടില്ല. അമ്മ കണ്ടില്ല, അപ്പം കണ്ടില്ല, ഭർത്താവ് കണ്ടില്ല, ഭാര്യ കണ്ടില്ല, ബന്ധുക്കൾ കണ്ടില്ല, ആരും കണ്ടില്ല. രക്ഷപ്പെട്ടു. എങ്ങനെ
രക്ഷപ്പെട്ടു. എവിടെ രക്ഷപ്പെടാൻ? സ്വർഗത്തിലെ ക്യാമറ 24 മണിക്കൂറും രാത്രിയും പകലും അങ്ങ് ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എവിടെ രക്ഷപ്പെടാൻ? തീർന്നില്ല. ഹബക്കൂക്കിന്റെ പുസ്തകം വായിക്കുമ്പോൾ 2:11 വായിക്കുമ്പോഴും സങ്കീർത്തന പുസ്തകം 50:4 വായിക്കുമ്പോഴും അതിനകത്ത് വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓബദ്യാവിന്റെ പുസ്തകം 3:4 വാക്യം വായിക്കുമ്പോൾ നീ എത്ര ഉയരങ്ങളിൽ കൂടുവച്ചിരുന്നാലും നിന്നെ സമയമാകുമ്പോൾ തൂക്കിയെടുത്ത് ഇന്ന് നീ ഒളിവിലിരിക്കും. അയ്യോ ആരും കണ്ടില്ല, ഞാൻ മുകളിൽ കൂടുവച്ചു, എന്നെ ആരും തൊടൂല, എന്നെ ആരും പിടിക്കൂല. നീ എവിടെ ഉയരങ്ങളിൽ കയറി കൂടുവച്ചാലും നിന്റെ കൂട്ടിനകത്ത് നീ ഇറക്കി നിർത്തി ന്യായം വിസ്തരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങണമെന്നും ഇന്ന് ഈ ദേശത്തോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുക. പാപത്തെ വിട്ടുതിരിഞ്ഞ് കീഴടങ്ങ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തവും സ്പഷ്ടമായി വിളിച്ചു പറയുകയാണ്. വായിച്ചേ ഹബക്കൂക്ക് 2:11. നോക്കിയേ, പാപം ചെയ്തത് വീട്ടിനകത്ത് വെച്ചാണെങ്കിൽ വീട്ടിനകത്തുള്ള ഈ ഇതുണ്ടല്ലോ, തടി വാതിലിന്റെ തടി, ജനലിന്റെ തടി വിളിച്ചു വരുത്തും. മുറിക്കകത്തുള്ള സകല പാവങ്ങളും വെളിപ്പെടുത്താൻ വാതിലിനെ ജനലിനെ ഏൽപ്പിച്ചിരിക്കുക, പിടിക്കാൻ. നമ്മൾ കണ്ടോ പിടിക്കുന്നത്? ഇല്ല. സിസ്റ്റർ എന്തോന്നാ പറയുന്നത്? അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്, അതാണ് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ. എൻ്റെ പൊന്നെ, ഇതൊക്കെ ഇവിടുത്തെ ക്യാമറകളാ. എൻ്റെ ദൈവത്തിന് ഈ മരം മതിയെന്ന് ഇതിന് ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. തിമിംഗലത്തിന്റെ വയറ്റിനകത്ത് 3 ദിവസം സൂക്ഷിക്കാൻ ആരെ ഏൽപ്പിച്ചു? ആരെ ഏൽപ്പിച്ചു? കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിയവനെ ഏൽപ്പിച്ചു. ഈ മുറിക്കകത്ത് നമ്മുടെ ഓരോ എന്റെയും നിങ്ങളുടെ ഈ വീടിനെ ചൂണ്ടി പറയുന്നില്ല, ഓരോ വീട്ടിനകത്തും ചെയ്യുന്ന പാപത്തെ പിടിക്കാൻ ആ വീട്ടിനകത്ത് ചുവരിനെ ദൈവം വെച്ചിട്ടുണ്ട്, കല്ലിനെ ദൈവം വെച്ചിട്ടുണ്ട്, പിന്നെ മരത്തെ ദൈവം വെച്ചിട്ടുണ്ട്, വാതിൽ ദൈവം വെച്ചിട്ടുണ്ട്. തീർന്നില്ല. അപ്പൊ ചോദിക്കും, സിസ്റ്റർ ഞാൻ പാപം ചെയ്തതേ ആ 12:30 ആ റോഡിന്റെ സൈഡിൽ വെച്ച കർത്താവ് പറയാം ആകാശത്തെ വിളിച്ചു. സങ്കീർത്തനം 50:4 വായിച്ചേ. സങ്കീർത്തനം 50:4 ഹബക്കൂക്ക് വായിച്ചോ. 2:11. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യും. തുലാമിനെ വിളിക്കും, കല്ലിനെ വിളിക്കും. അടുത്ത് സങ്കീർത്തനം 50:4 വായിക്കുമ്പോൾ ആകാശത്തെ വിളിക്കും, ഭൂമിയെ വിളിക്കും, എല്ലാത്തിനും വിളിക്കും. അടുത്ത് രക്തത്തെ വിളിക്കും. 1 യോഹന്നാൻ 5:8 രക്തം വിളിക്കും, ജലം വിളിക്കും, ആത്മാവ് വിളിക്കും. എല്ലാവരും വളഞ്ഞു നിൽക്കുമ്പോൾ യേശു ക്രിസ്തു വെള്ള സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ കോടിക്കണക്കിന് ആ പാതാളത്തിലുള്ളതും നരകത്തിൽ എല്ലാത്തിനെയും വിളിച്ചു വരുത്തി. എല്ലാ സമുദ്രം തങ്ങളിലുണ്ട്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 11 മുതൽ വായിച്ചാൽ മതി. പിടിച്ചെന്നിട്ട് എല്ലാത്തിനെയും വിളിച്ചു വരുത്തി അവിടെ നിർത്തി. ഭാര്യയെ ഒളിച്ച് ചെയ്തത് ഭാര്യയും വന്ന് നിൽക്കുക, ഭർത്താവിനെ ഒളിച്ച് അയാളും വന്ന് നിൽക്കുക, മക്കളെ ഒളിച്ച് അവരും വന്ന് നിൽക്കുക, എല്ലാവരും നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമുള്ള ദൈവം വെള്ള സിംഹാസനം ഇരിക്കുമ്പോൾ ആകാശം പേപ്പർ പോലെ അങ്ങ് മാറി. ഭൂമിയില്ല, പിന്നെ ആകാശമില്ല. ആകാശമില്ല. വായിച്ചേ വെളിപ്പാട് പുസ്തകം. ആകാശം നീങ്ങി. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഭൂമിയില്ല, ആകാശമില്ല, വെള്ള സിംഹാസനം, ലക്ഷം കോടി പാതാളത്തിൽ കിടന്നവരും ആ സകല പാപികളും എല്ലാം ഒരുമിച്ച് വെള്ള സിംഹാസനത്തിന് മുമ്പിൽ ന്യായം വിസ്തരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പുസ്തകം. ഓരോരുത്തർക്ക് എത്ര പുസ്തകം? ആ വെളിപ്പാട് പുസ്തകത്തിൽ എന്തുണ്ട്? ഓരോരുത്തർക്കും ഓരോ പുസ്തകം. പുസ്തകത്തിൽ പേര് വിളിച്ചു, ഫ്രണ്ടിലോട്ട് പോയി. എല്ലാ ജനങ്ങളും കേട്ടോണ്ടിരിക്കുക, മൈക്കൊന്നും വേണ്ട, എല്ലാ ജനങ്ങളും കേട്ടോണ്ടിരിക്കുക. നീ ഇന്ന പാപം ചെയ്തു. അയാൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു, നെഞ്ചിലൊക്കെ 2 നിടിയൊക്കെ ഇടിച്ചിട്ട്, കർത്താവേ ഞാൻ ഒരു കാരണവശാലും ചെയ്തില്ല. ആകാശത്തെ ഇങ്ങോട്ട് വിളിച്ചു, ഭൂമിയോട് ചോദിച്ചു, രക്തത്തോട് ചോദിച്ചു, കല്ലിനോട് ചോദിച്ചു, മരത്തോട് ചോദിച്ചു, എല്ലാം പറഞ്ഞു. ഇതാപ്പാ തെളിവ്. ഇനി സ്വർഗത്തിലെ ലൈവ് CD, ലൈവ് കാസറ്റ്, ലൈവ് ക്യാമറ ഇറങ്ങി വന്നു, ഓണായി. ഒരു ആകാശമണ്ഡലം നീണ്ടു കിടക്കും പോലെ അങ്ങോട്ട് നമ്മൾ ഇന്ന് കാണുന്ന TV അല്ല, മൊത്തം ജനവും കാണത്തക്ക രീതിയിൽ മൊത്തം നിറഞ്ഞൊരു സ്ക്രീൻ ഇറങ്ങി. ഇയാൾ ചെയ്ത സകല പാപവും മണിക്കൂറും ചെയ്ത പാരൊക്കെ ഉണ്ടായിരുന്നു. ചെയ്ത പാപം എന്തെന്നൊക്കെയാണ്. നമ്മൾ കല്യാണത്തിന് പയ്യനെയും പെണ്ണിനെ എത്ര നല്ല രീതിയിൽ പിടിക്കുമോ അതിനേക്കാൾ 100 മടങ്ങ് പയ്യൻ്റെ ഒരു വശവും പെണ്ണിൻ്റെ ഒരു വശവും ക്യാമറ പതിവ്. എൻ്റെ ദൈവത്തിൻ്റെ ക്യാമറ ഒരു ചുറ്റും. നിങ്ങൾക്ക് മനസ്സിലായോ? പയ്യൻ്റെയും പെണ്ണിൻ്റെയും ഫ്രണ്ട് പിടിച്ചാൽ ഫ്രണ്ട് മതി, ബാക്ക് പിടിച്ചാൽ ബാക്ക് മതി. എന്നാൽ എൻ്റെ അപ്പൻ്റെ ക്യാമറയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. ഫ്രണ്ടും ബാക്ക് റൗണ്ടും സെക്കൻഡ് എല്ലായിടവും ആ ദേശം മൊത്തം ക്യാമറയിൽ അങ്ങോട്ട് ഓപ്പൺ ആകും. കണ്ടോടാ നീ ചെയ്ത ഭാര്യ അപ്പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എടാ മനുഷ്യ, ഇതെല്ലാം നീ ചെയ്ത് കൂട്ടിയില്ലേ? നീ ഇതെല്ലാത്തേലും കൊണ്ട് തൊണ്ടി സാധനം കൊന്ന സ്ഥലം, ഒതുക്കിയ സ്ഥലം, മൂടിയ സ്ഥലം, തെളിവ് നശിപ്പിച്ച സ്ഥലം, ആ വസ്ത്രം കുടിച്ചിട്ട സ്ഥലം, നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ സകല തൊണ്ടി മുതലും എടുത്തു വച്ച് വിസ്തരിക്കുന്ന ഒരു ദിവസമുണ്ട്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ
അവൻ പിന്നെ എവിടെ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. യേശുക്രിസ്തു പറഞ്ഞു ഇവനെ തൂക്കിയെടുത്ത് ആ തീപ്പൊയ്കയിൽ ഇടാൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിർത്താൻ പോകുക സ്നേഹിതരെ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? കള്ളം കവട ഉപേക്ഷിച്ചിട്ടുണ്ടോ? അനേകരുടെ കുറ്റവും കുറയും പറയുന്ന സ്വഭാവം മാറ്റിയിട്ടുണ്ടോ? ജീവിതം ഒരു വിശുദ്ധി ഉണ്ടോ? ഇന്ന് മരിച്ച എവിടെ പോകും? ഏത് തീക്കകത്ത് പോകും? കോടിക്കണക്കിന് ജനങ്ങൾ അതിനകത്ത് അലറി വിളിക്കുകയാണ്, എന്നെ വിടുമോ? എന്നെ ഒരിക്കലത്തേക്ക് എന്റെ വീട്ടിൽ വിട്, ഞാൻ വെട്ടിപ്പിടിച്ച് തിരിച്ചു കൊടുക്കാം. എന്റെ ഭാര്യ ഞാൻ സ്നേഹിക്കാം, എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കാം. ഇനി ഞാൻ കള്ളം പറയില്ല, ഇനി ഞാൻ മോഷ്ടിക്കയില്ല, ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കയില്ല, നാട്ടുകാരുടെ വീട്ടുകാരെ കുറ്റവും കുറവ് ഞാൻ ഇനി പറയുകയില്ല. യേശുവേ എന്നെ ഒരിക്കലത്തേക്ക് വിടണമെന്ന് കോടിക്കണക്കിന് ജനം അലറുമ്പോൾ രാത്രി സഹോദര ഏത് തിരഞ്ഞെടുക്കും? 2 കാര്യം 3 കാര്യം പറഞ്ഞ് നിർത്തും. ഒന്ന്, ലൂക്കോസ് 23 39 മുതൽ 43 വരെ വായിക്കുമ്പോൾ 2 കള്ളന്മാർ, വായിക്കണ്ട, നിങ്ങളെല്ലാം നോട്ട് ചെയ്തോ. 2 കള്ളന്മാർ യേശുവിൻ്റെ 2 വശത്ത് കിടക്കുകയാണ്. അവസാനം മരണത്തിലേക്ക് 2 പേരുടെ മരണമെത്തി, 3 പേരുടെ മരണമെത്തി. 1 യേശു, 2 കള്ളന്മാർ 2 വശത്ത്. ഇന്ന് രാത്രി സ്നേഹിത, ഈ ആരാധനയുടെ അവസാന നിമിഷമാണ്. നമുക്ക് കർത്താവ് നമ്മെ എപ്പോൾ വിളിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അവസരം തള്ളിക്കളഞ്ഞ എന്താകുമെന്ന് ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2 കള്ളന്മാർക്ക് മാനസാന്തരപ്പെടാൻ, രക്ഷിക്കപ്പെടാനും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാനും അവസരം കൊടുത്തു. പ്രാണനാഥനാകുന്ന യേശുവിന്റെ 2 വശത്തും 2 കള്ളന്മാർ ഇരുവശത്തും കിടക്കുമ്പോൾ ഇതാ സ്വത്രം നടുവിൽ കിടക്കുന്ന യേശു അർത്ഥനഗ്നനായി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു കള്ളൻ പറഞ്ഞു, ഓ നീ ദൈവം ഇറങ്ങി വാടാ, എന്നെയും രക്ഷിര്, നിന്നെയും രക്ഷിച്ച് എന്നെയും രക്ഷിര്. സ്വത്രം അയാള് അവസരം, ലാസ്റ്റ് മൊമെന്റ്, ലാസ്റ്റ് സെക്കൻഡ്, മരണം തന്നെ മൂടുന്നതിന്റെ അവസാന നിമിഷം, അപ്പൻ അടുത്ത് കിടന്നിട്ടും സത്യദൈവത്തെ കണ്ടിട്ടും ആ ദൈവത്തെ അപ്പാന്ന് സ്വീകരിക്കാൻ മനസ്സില്ലാതെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് മരിച്ച് ആ തീക്കകത്ത് പോയി വീണപ്പോൾ, എരിയുന്ന ടാർ ഉരുകുന്നത് പോലത്തെ ആ നരകത്തിനകത്ത്, പുഴുവിനകത്ത്, കൃമിക്കകത്ത് പോയി വീണപ്പോൾ തൊട്ടപ്പുറത്ത് കിടന്ന കള്ളം പറഞ്ഞു, ഡാ നീ ഞാനും പാപി. നിത്യതയുണ്ട്, ഒരു നിത്യ നരകമുണ്ട്. ഒരുവൻ സ്വത്രം ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഈ ഭൂമിയിൽ സ്വത്രം ജനിച്ചാൽ ഒരു മരണമുണ്ട്. സ്വത്രം മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഓ സ്തോത്രം, പൊൻകിണ്ണം തകരും, വെള്ളിച്ചരൺ അറ്റുപോകും, രോചനക്കുരി ഫലിക്കാതെ വരും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മക്കൾക്ക് രക്ഷിക്കാൻ പറ്റാത്ത കാലഘട്ടം, ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ മരുന്നിന് ഡോക്ടറിനോ ലോകത്തിനോ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത കാലഘട്ടം. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഉപയോഗിച്ചതൊന്നും എടുക്കാൻ പറ്റാതെ ടാറ്റ പറഞ്ഞു വിടുന്ന ദിവസം. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, കുഴിക്കരവര്, നമ്മൾ താമസിച്ച വീട് മറക്കുന്ന ദിവസം, നമ്മൾ ഉപയോഗിച്ച സകലതും പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു ദിവസം. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? രാത്രി എല്ലാവരും കേട്ട വചനത്തിൽ കണ്ണുകളടച്ചാട്ടെ. കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടോ? എല്ലായിടത്തും പേരുണ്ട്, ജീവപുസ്തകത്തിലുണ്ടോ? കണ്ണടച്ചേ. രാത്രി സ്നാനപ്പെട്ടോ സഹോദര, സഹോദരി, പൈതലേ, ഇന്നിവിടെ കണ്ണടച്ചാൽ എവിടെ കണ്ണു തുറക്കും? ഏത് തിരഞ്ഞെടുക്കും? രക്ഷിക്കപ്പെടാത്തവർ യേശുവിനോട് പറഞ്ഞു, യേശുവെ എന്റെ അകത്ത് വരണം. സ്നാനപ്പെടാത്തവർ പറഞ്ഞു, യേശുവെ എനിക്ക് സ്നാനപ്പെടണം. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും തിപ്പുകയും. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആഴമേറിയ തിരുവചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ദേശത്ത് കർത്താവ് വചനം ശ്രദ്ധിച്ച സകല മക്കളെയും ദൈവത്തിന്റെ കരങ്ങൾ തരുന്നു. അപ്പാ, ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന മക്കളെ തരുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളുടെ അടുക്കൽ യേശുണ്ട്. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാമോ? അപ്പാ, എനിക്ക് യേശുപ്പാ ആ നിത്യജനനത്തിൽ പോകണ്ട, സ്വർഗത്തിൽ പോകണം. ആരൊക്കെ പറയും? എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ്, എന്റെ പേരും കൂടെ എഴുതണമേ, എന്റെ പേരും കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. പറഞ്ഞേ അപ്പച്ച, എന്റെ പേരും കൂടെ, എന്റെ പേരും കൂടെ ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ഇനി മുതൽ അപ്പനായി ജീവിക്കുവാൻ, സത്യവചന പ്രകാരം ജീവിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് രാത്രി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, ആഴമേറിയ തിരുവചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടപ്പാ.
കർത്താവ് ഈ 3 ദിവസം ദൈവം നടത്തി. ഈ ശബ്ദപരിധിക്കുள் ദേശത്തുള്ള എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന മക്കൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒറ്റ വ്യക്തി പോലും നഷ്ടപ്പെടലപ്പാ. ഇന്ന് ഞങ്ങൾ ഇവിടെ കണ്ടതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. രക്തം കൊണ്ട് കഴുകും. ആ ക്രൂശിലേക്ക് ഞങ്ങൾ എടുത്തു വരുന്നു. യേശു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും കർത്താവെ യേശുവിന്റെ രക്തം പാപം മോചിപ്പിക്കുമെന്നും അപ്പ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രക്തം കൊണ്ട് കഴുകി ഞങ്ങളുടെ പേരും ജീവൻ പുസ്തകത്തിൽ ചേർത്ത് കർത്താവെ അങ്ങേക്ക് വരുമ്പോൾ ആ രാജ്യത്തിൽ വരുവാൻ സഹായിക്കും. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.